You are the shimmer of untold dreams, the glitter of innumerable stars, the wave unbroken by the shore, the key and the melodious note, the soft laughter of the jewels, the brilliance of the treasure trove. You are the gem that knows its own radiance. Antara Celebration Diamonds from Kalyan Jewelers. First version film I think was 3 hours. 3 hours ഉണ്ടായിരുന്നു. 3 hours ഉണ്ടായിട്ട് നമ്മൾ അപ്പോഴും നമ്മൾ ആരെങ്കിലും കാണിച്ച് ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ എന്താ കളയതെന്ന് അങ്ങനെ ചോദിക്കുന്നത്. അപ്പം പക്ഷെ എന്തായാലും 3 മണിക്കൂർ പടം ഇറക്കാൻ പറ്റും. പക്ഷെ ഇത് ദുൽഖർ എടുത്ത് പറഞ്ഞാൽ ദുൽഖർ പറഞ്ഞു എന്താ അത് കാണിച്ചൂടെ, കാണിച്ചോ? അപ്പൊ ഞാൻ കാണിക്കാമോ എന്നാ കാണിക്കാം. അതാ പറഞ്ഞത് എന്നെ പ്രൊഡ്യൂസർ സപ്പോർട്ട് അല്ലെങ്കിൽ ഷെയറിംഗ് സെയിം വിഷൻ. അപ്പം മമ്മൂക്ക അപ്പുറത്ത് മമ്മൂക്ക വന്നിട്ട് എനിക്ക് മകന്റെ കൂടെ ഭക്ഷണം കഴിച്ചുള്ള അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് ഈസ്റ്റർ എഗ്സ് ഇങ്ങനെ പതുക്കെ ആഡ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും ഡിക്ക് പറഞ്ഞു ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് മൊത്തം കഥ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് നമുക്ക് ഇത് ആഡ് ചെയ്യാം. അത് ഇപ്പം ഇതിനകത്ത് വേണ്ടി ഇതിൽ ആഡ് ചെയ്തിട്ട് കാര്യമില്ല. എനിക്കൊന്ന് അത് കഴിഞ്ഞ് 1.5 years എടുത്തു ഞങ്ങൾ ആക്ച്വലി ഈ 5 കഥകൾ അപ്പാർട്ട്മെന്റ്സ് ആ ഒരു സ്ട്രീറ്റ് സെറ്റിംഗ് അതിന്റെ ഒരു ഇനീഷ്യൽ ഐഡിയ എക്സിക്യൂഷൻ എങ്ങനെയായിരുന്നു? വന്ദനം സിമ്പിൾ ഓൾമോസ്റ്റ് 23 ഡ്രാഫ്റ്റ്സ് പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്യാരക്ടറിന്റെ കഥ പറയണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ യൂഷ്വലി കാണിക്കുന്ന പോലെ ഒരു റൂറൽ സെറ്റിംഗിൽ കൊണ്ടുപോയി അങ്ങനെ പിടിക്കണ്ട, എന്തുകൊണ്ടൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഇവരെ പ്ലേസ് ചെയ്തില്ല. ഞങ്ങൾ ഇമാജിൻ ചെയ്തിട്ടില്ല ഇത്ര ഒരു ഓക്കെ ആയിരിക്കും എന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത്. രക്ഷപ്പെടുമായിരിക്കും, സേഫ് ആയിരിക്കും. ഐ തിങ്ക് ഈവൻ ദുൽഖർ ഇൻ ദാറ്റ് സ്റ്റേജ് ആയിരിക്കും. എന്താ സംഭവിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയല്ലോ ഇത്. ക്യൂ സ്റ്റുഡിയോയിൽ ഡൊമിനിക് അരുൺ, നിമിഷ് രവി, വെൽക്കം. ആദ്യമേ അഭിനന്ദനങ്ങൾ. നമ്മൾ സംസാരിച്ചു തീർന്നതിന്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ ലോക വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു. ആളുകൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സിനിമയെ കുറിച്ച് സംസാരിക്കുന്നു. എനിക്ക് ക്യൂരിയസ് ആയി ഇരിക്കുന്നതും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും ഇതിന്റെ പ്രീ പ്രൊഡക്ഷനെ പറ്റിയിട്ടാണ്. എപ്പോഴും ഒരു ഐഡിയ സിനിമയാവുന്നതിന് മുന്നേ ചിലപ്പോൾ ഒരു വിഷ്വൽ ആയിരിക്കും ആദ്യം വരുന്നത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു തോട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കഥയായിരിക്കാം. എന്താ നിങ്ങളെ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്? ഈ എൻറ്റയർ വേൾഡ് ബിൽഡിംഗ്, ഇതിന്റെ വിഷ്വൽ ഡിസൈൻ, ഈ കോറിയോഗ്രാഫി എല്ലാം, ഇതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിന്റെ അതിന്റെ സെറ്റിംഗ് എങ്ങനെയായിരിക്കും? ഇനിഷ്യലി ഇത് ഒരു വളരെ ചെറിയ സിനിമയായിട്ട് ആണ് പ്ലാൻ ചെയ്തത്. ഒരു ഇൻഡിപെൻഡന്റ് പടം ചെയ്യാം, അതായത് ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ല എന്തെങ്കിലും ചെയ്യാം. ഇതിപ്പോ ഒബ്ലിവിയന് ശേഷം ഒബ്ലിവിയന് ശേഷം അതായത് ഒബ്ലിവിയന് ശേഷമാണ്. അപ്പം ഇങ്ങനെ ഒരു സ്മോൾ ഒരു തോട്ട് വന്ന് അതിനെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് ഒരു 1 ലൈൻ എന്നുള്ള രീതിയിലാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു മേജർ ക്രക്സ് പോയിന്റ് എത്തിയപ്പോഴത്തേക്കും എന്തോ ഒരു ഇത് ഓപ്പണായി വന്നു. അതായത് ഈ ക്യാരക്ടർ റിവീൽ എന്ന് പറയുന്ന സാധനം ഓപ്പണായി വന്നപ്പം അത് നമ്മൾ കണക്ട് ചെയ്ത ഫോക്ലോറും കൂടെ കിട്ടിയപ്പോഴത്തേക്കും അതിനൊരു ഭയങ്കര ഒരു ഹൈ ആസ് എ റൈറ്റർ എനിക്ക് അപ്പോൾ കിട്ടി. അപ്പോൾ ഓക്കെ, ദിസ് ഹാസ് ഗോട്ട് പോസിബിലിറ്റീസ് എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ഇത് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വൺ ഫിലിം സക്സസ് ടു ക്യാരി ദിസ് ഫോർവേഡ് എന്നുള്ളൊരു അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എഴുത്തിലും നമ്മൾ ഓക്കെ ഇത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, പക്ഷേ ഇതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിം എന്ന രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പോവാം എന്നുള്ള അങ്ങനത്തെ ഒരു ഐഡിയയിലാണ് ആദ്യം ഇത് തുടങ്ങിയത്. ഞാൻ നിമിഷയുടെ അടുത്ത് പറയുമ്പോഴാണ് നിമിഷം പറയുന്നത് ഇത് ചെറിയ ചെയ്യാനൊന്നും പറ്റില്ല, ഇത് കുറച്ചും കൂടെ വലുതാക്കണം. അപ്പം ഹീസ് ദ വൺ ഹു ഹാഡ് ദിസ് ഐഡിയ ഓഫ് ദിസ് കുഡ് ബി എ യൂണിവേഴ്സ്. ഇങ്ങനൊരു ക്യാരക്ടറിനെ ഇപ്പൊ കൊണ്ടുവരികയാണെങ്കിൽ ഇതേപോലെ ഉള്ള വേറെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ ഇതൊരു യൂണിവേഴ്സ് ആയിട്ട് മാറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നിമിഷ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ രീതിയിലേക്ക് നമ്മൾ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. സ്റ്റിൽ കീപ്പിംഗ് ദിസ് ഫിലിം ഹാസ് ടു ഡു വെൽ ഇഫ് യു വോണ്ട് ടു മേക്ക് അതർ ഫിലിംസ് ഇൻ ദ സെയിം ഇതിൽ. അപ്പൊ അങ്ങനെ തുടങ്ങിയൊരു പരിപാടി ഇത് പയ്യെ വലുതായതാണ്. ഈ വലുതാവുന്നതും ഒരു ലിമിറ്റ് വെച്ച് നമുക്ക് ഈ പടത്തിൽ വലുതാക്കാൻ പറ്റുള്ളൂ. ഒരു സ്നീക്ക് പീക്ക് ടു ദ വേൾഡ് മാത്രമേ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എല്ലാത്തിനുള്ള ഉത്തരങ്ങൾക്കുള്ള സമയവും വലിപ്പത്തിനും പരിമിതികളുണ്ട്. അപ്പം
ഇത് എഴുതി വന്നപ്പോഴത്തേക്ക് ഇതൊരു വലിയ കഥയായി. വലിയ കഥ എന്ന് വെച്ചാൽ ഒരു സിനിമയിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുള്ള ഒരു കഥയായി മാറി. അതുകൊണ്ടാണ് ഈ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ദിസ് ഷുഡ് ബി എ സ്റ്റാൻഡ് അലോൺ ഫിലിം. ഇതിനൊരു തുടക്കവും ഒടുക്കവും വേണം. പിന്നെ ഉള്ളത് ഈസ്റ്റർ എഗ്സ്, പിന്നെ ഉള്ള സാധനങ്ങൾ ലീഡ് പോകാം. അങ്ങനെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ഫേസ് തുടങ്ങിയത്. പിന്നെ ഈ വിഷ്വലി ഈ സിനിമ എങ്ങനെ ഇരിക്കണമെന്നുള്ളതിന് എഴുതുമ്പോൾ എനിക്ക് ഐ ആം എ വെരി വിഷ്വൽ റൈറ്റർ. അപ്പോൾ കുറെ ഡിസ്ക്രിപ്റ്റീവായിട്ടും ഇമേജിന്റെ റെഫറൻസും ഒക്കെ വെച്ചിട്ടാണ് എഴുതി പോകാറുള്ളത്. അപ്പോൾ സ്ട്രെയിൻസ് തിങ് ഞാനും നിമിഷം ഇനിഷ്യലി ഒബ്ലിവിയനിൽ കണക്ട് ആവുന്നതും ഇത് ഐ തിങ്ക് വി ഷെയർ ഒരു ഇതുണ്ട്. വിഷ്വലി എങ്ങനെ ഇരിക്കണം എന്നുള്ള എൻ്റെ ഇതും ഇസ് അപ്പം എനിക്കുള്ള ബേസിനേക്കാൾ കുറച്ചും കൂടെ മുകളിലുള്ള ഇതാണ് നിമിഷ് തരുന്നത്. സോ അപ്പം നിമിഷ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണെന്നുള്ളൊരു ഇത് ഇനിഷ്യലി എനിക്കുണ്ടായിരുന്നു. അപ്പം പിന്നെ ഈവൻ സ്ക്രിപ്റ്റിംഗ് തൊട്ടേ പുള്ളി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ DOP ഓഫ് ദ ഫിലിം. അത് ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്രോസസ് ത്രൂ ഔട്ട് ഉണ്ടായി. ഫ്രം ദ ഇൻസെപ്ഷൻ ടു വാട്ട് യു സീ ഓൺ ദ സ്ക്രീൻ റൈറ്റ് നൗ വരെ ഉണ്ട് നിമിഷം ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ വേൾഡ് ബിൽഡിങ് അങ്ങനെ പയ്യെ നമ്മൾ തുടങ്ങിയതാണ് ആ ഒരു ഫേസ്. ആഫ്റ്റർ റൈറ്റിംഗ് വിത്ത് വാട്ട് ഇമേജസ് ഐ ഹാഡ് ഇൻ മൈൻഡ്, അത് നിമിഷമായിട്ട് ഷെയർ ചെയ്തു ഹിസ് ഐഡിയ ഓഫ് ദ വേൾഡ്. ദെൻ വി സ്ലോലി ബ്രോട്ട് ഇൻ അനദർ ഫ്രണ്ട്. വിഷ്വലി ഇതിനെ പുതിയതാക്കാന്നുള്ള ഒരു ചലഞ്ചാണല്ലോ. ഓൾറെഡി ഈ ഒരു പോസ്റ്റ് കോവിഡിൽ നമ്മുടെ ഓഡിയൻസ് മറ്റു ഭാഷകളുടെ സിനിമ ഒരുപാട് കാണുന്നു. ഇവരുടെ സിനിമ ലിറ്ററസി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അവിടെ നമ്മളൊരു സിനിമ പ്രസന്റ് ചെയ്യുമ്പോൾ ഇവര് ആദ്യമേ ഒരു 100 കുറ്റം വരാം, അതിന് മുകളിൽ നമുക്ക് അടിക്കണം. ഇതായിരിക്കും ഒരു ഫസ്റ്റ് ലാപ്പ് കവർ ചെയ്യാനുള്ള ചലഞ്ച് എന്ന് പറയുന്നത്. നിമിഷത്തിൽ ചോദിക്കാനുള്ളത് ഈ വിഷ്വൽ ഡിസൈൻ, ഇപ്പൊ നിങ്ങളുടെ ഇവരുടെ എക്സ്ചേഞ്ചുകൾ ഉണ്ട്, നിങ്ങളുടെ ഐഡിയ ഷെയറിംഗ് ഉണ്ട്, ഇതായിരിക്കണം ഈ വേൾഡ്, ലോകയുടെ വേൾഡ് ഇതായിരിക്കണം. എന്നാൽ നമ്മുടെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് അതിൽ കീപ്പ് ചെയ്യണം. എന്നാൽ അതിലുള്ള ലിമിറ്റേഷൻസ് നമ്മൾ അറിയണം. ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ വലുതാക്കണം, സ്കെയിൽ സെറ്റ് ചെയ്യണം. എന്താ ശരിക്കും ഒരു ഫസ്റ്റ് വിഷ്വൽ ഐഡിയ? അതിനുശേഷം ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഈ ഒരു ഫൈനൽ ഔട്ട് കാണുന്ന മൊമെന്റ് എന്താ? എൻ്റെ അടുത്ത് ആദ്യം ഈ കഥ ഡൊമിനിക്ക് പറയാൻ വരുമ്പോൾ ഒരു ബേസിക് ഐഡിയ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പടമാണ്, ഈ ഇന്ന ആൾക്കാരെ പറ്റിയുള്ള പടമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഭയങ്കര റിലക്റ്റന്റ് ആയിരുന്നു. ഇത് എങ്ങനെ ഇത് നമ്മുടെ ഇവിടെ വർക്ക്ഔട്ട് ആവും എന്നുള്ളൊരു ഭയങ്കര ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ഹി കെയിം ആൻഡ് നറേറ്റഡ് ഇറ്റ് ടു മീ. അപ്പൊ ആ ഒരു ഡൗട്ടിലാണ് ഞാൻ ആക്ച്വലി കഥ കേൾക്കുന്നത്. ആൻഡ് ഡൊമിനിക് വെൻ ഹി നറേറ്റഡ് ഇറ്റ്, ഇത് ഇവിടെ കറക്റ്റായിട്ട് ഇത് ഇവിടെ സെറ്റ് ചെയ്തു. ആൻഡ് കറക്റ്റായിട്ട് ഇവിടുത്തെ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു കഥയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ദാറ്റ് വാസ് ദ ഇനീഷ്യൽ ട്രിഗർ. ഓക്കെ, നമുക്കിത് വി കൻ ഡു ഇറ്റ് ഓവർ ഹിയർ. പക്ഷെ ഇവൻ വന്നപ്പോ നമുക്കൊരു ചെറിയൊരു സാധനം പിടിക്കാൻ ആ ഒരു ഇതിലാണ് അവൻ വന്നത്. പക്ഷെ ഞാൻ മനസ്സിലായി ദിസ് ഇഫ് യു ആർ ആൻഡ് ഒബ്വിയസ്ലി ഞാൻ ഡൊമിനിക്കുമായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ഇവന്റെ ക്രിയേറ്റീവ് പ്രോസസ് അറിയാം. ഐ നോ ഹൗ ഹിസ് വിഷൻ ഇസ്. എനിക്കറിയാം ഒബ്ലിവിയൻ ചെയ്തതുകൊണ്ട്. അപ്പം ഐ ടോൾഡ് ഹിം യു ആർ ഡൂയിങ് എ ഫിലിം ആഫ്റ്റർ 8 years. അപ്പം യു കാൻ ജസ്റ്റ് യു നീഡ് ടു മേക്ക് സംതിങ് ആസ് ബിഗ് ആസ് വി കുഡ്. അത്രയും വലിയൊരു സാധനം ഉണ്ടാക്കിയാൽ എന്നിട്ട് നമുക്ക് വിൽ ട്രൈ, നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. നമുക്കിത് എവിടെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നോ അങ്ങനെ ഒന്നും ഒരു ഐഡിയ ഇല്ലാതെ വന്നിട്ട് നമ്മളിത് എങ്ങനെ ഇത് ട്രൈ ചെയ്യാം എന്നുള്ള ഒരു അവിടെ തൊട്ടാണ് ആക്ച്വലി ഇതിന്റെ പിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഫിലിം ഓരോ ആളുടെ അടുത്ത് എത്തുമ്പോൾ, ഇപ്പൊ ഈവൻ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ ആയാലോ അല്ലെങ്കിൽ ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ, ഓരോ ആളുടെ അടുത്ത് എത്തുമ്പോൾ ദേ ഹാഡ് ലോട്ട് ടു പുട്ട് ഇൻ ടു ദിസ്. ഇതിന് ഞാൻ എപ്പോഴും ഡൊമിനിക്കിനോട് പറയുന്നത് വെച്ചാൽ ഈ ഐഡിയ, ഈ പറയുന്ന ഐഡിയക്ക് ഒരു ഭയങ്കര മാഗ്നറ്റിക് എനർജി ഉണ്ടായിരുന്നു. സോ whoever we told this idea to, they started pitching in a lot of ideas. So നമ്മളിപ്പോ ഒരു ആളുടെ നറേഷൻ കഴിയുമ്പോഴത്തേനും അന്ന് രാത്രി അല്ലെങ്കിൽ അടുത്ത ദിവസം ഇയാളുടേതായ ഒരു ക്ലസ്റ്റർ ഓഫ് ഐഡിയാസും കൊണ്ടുവരും. അപ്പൊ we were okay, this is nice. So I felt that every person who came in had a lot to pitch in. And until the post production it was the process. Whoever we ചമൻ ആണെങ്കിലും ജേക്സ് ആണെങ്കിലും ഡോൺ ആണെങ്കിലും എല്ലാരും they had their whole own perspective of this film, and that was quite magical. എന്ന് വെച്ചാൽ ഇയാൾ കൊണ്ടുവരുന്ന ഐഡിയ നമ്മള് ഇൻവെഷൻ ചെയ്തതിനെക്കാട്ടിലും എലിവേറ്റ് ചെയ്യുന്ന ഐഡിയാസ് ആണ് ഇവർ കൊണ്ടുവരുന്നത്. we were actually very excited when each person started to pitch their ideas. അത് ഭയങ്കര നല്ല പ്രോസസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു. ഭയങ്കര കൊളാബറേറ്റീവ് മൈൻഡ്സ് ഒന്നിച്ചു വരുമ്പോ, ബിക്കോസ് വെൻ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് നമ്മുടെ സിനിമ നമ്മളൊന്ന് ഷൂട്ട് ചെയ്ത് ഇത് ചമന്റെ എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പോഴത്തേക്ക് ഇത് ചമന്റെ സിനിമയായി. പിന്നെ ചമൻ ഇത് ഓൺ ചെയ്യാൻ തുടങ്ങി.
അല്ല ഇത് എന്റെ സിനിമ എന്നുവെച്ചാൽ അങ്ങനെ ഒരു ഓണർഷിപ്പ് ഓരോ ടെക് ഡിപ്പാർട്ട്മെന്റും അങ്ങ് എടുക്കാൻ തുടങ്ങി. ബ്യൂട്ടിഫുൾ പ്രോസസ്. ജേക്സിനെ എടുത്ത് ചെല്ലുമ്പോൾ ജേക്സിന്റെ സിനിമയായി. ജേക്സ് അതിനെ ഇത് എന്റെ പടം എന്നുള്ള ഭയങ്കര ഓണർഷിപ്പ് എല്ലാവരും ഭയങ്കരമായിട്ട് എടുത്തു. അത് ഭയങ്കര അതിന്റെ ഒരു അതിന് അഡ്വാൻറ്റേജ് ഉറപ്പായിട്ടും. ഡെഫിനറ്റ്ലി ലോകം ഇറങ്ങിയപ്പോ ഒരു 4-ാം ദിവസമാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ 4th ഡേ ആകുമ്പോഴത്തേക്കും പറഞ്ഞ സ്ക്രീൻസ് കൂടുന്ന പോലെ തന്നെ ആളുകൾ തിയേറ്റർ വരുന്ന എണ്ണം കൂടുന്നു, ബോക്സ് ഓഫീസ് ആകാനുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു, ഡിസ്കഷൻ ആവുന്നു, ഈ പറഞ്ഞ ടോക്ക് ഓഫ് ദി ടൗൺ ആവുന്നുണ്ട് സിനിമ. എന്താ ശരിക്കും നിങ്ങളുടെ ഒരു പോസ്റ്റ് റിലീസ് ലോക മൊമെന്റ്? ഇപ്പൊ ഒരു FDFS കാണുന്നത് പിന്നെ ഈ പറഞ്ഞ സർറിയൽ എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങള് മറ്റേ പടം ഇത് എന്താ ഇവിടെ നടക്കുന്നത്? അതെ, ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഞങ്ങൾ ഇമാജിൻ ചെയ്തിട്ടില്ല ഇത്ര ഒരു ഓക്കെ ആയിരിക്കും എന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത്. രക്ഷപ്പെടുമായിരിക്കും, സേഫ് ആയിരിക്കും, കുഴപ്പമുണ്ടാവില്ല. ചമ്മലൊക്കെ രാവിലെ ചേട്ടാ ഓക്കെ ആയിരിക്കും, കുഴപ്പമുണ്ടാവില്ല, ഞാൻ ചിലപ്പോ ഓക്കെ ആയിരിക്കും. പക്ഷെ ഒരു ഫസ്റ്റ് ഡേ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കരമായ മാറ്റങ്ങൾ. എന്താ സംഭവിക്കുന്നത്? ഐ തിങ്ക് ഈവൻ ദുൽഖർ ഇൻ ദാറ്റ് സ്റ്റേജ് റൈറ്റ്. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയല്ലോ ഇത്. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ഒത്തിരി ആൾക്കാർ ഭയങ്കരമായ എഫേർട്ടും ലവ് ആണ്, ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നു ഈ ഒരു ഭയങ്കര അഡ്രിനാലിൻ റഷ് വെച്ചിട്ട് ഭയങ്കര ആൾക്കാരെ നമ്മളെ വിളിച്ചിട്ട് they are getting so excited about the film and then they are talking so much about the film and അത് ഭയങ്കര എക്സൈറ്റ്മെന്റോടെ അവർ പറയുമ്പോഴത്തേനും we also feel wow like okay so maybe we have done something right. ഇത് കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഓക്കെ ആയിരിക്കും എന്നുള്ള അങ്ങനെ ഗ്രൗണ്ട്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഭയങ്കര കിക്ക് എന്ന മൊമെന്റുകളിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ പറഞ്ഞ സ്പോയിലേഴ്സ് അവോയ്ഡ് ചെയ്ത് നമുക്ക് പറയുകയാണെങ്കിൽ ഈ സണ്ണിയെ റിവീൽ ചെയ്യുന്ന പോയിന്റ്, ഇപ്പൊ ഇതിനെ ഈ പറഞ്ഞ അതിനൊരു പ്രീ സെറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സ്കോർ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിൽ വന്നൊരു പ്രധാനപ്പെട്ട ഒരു എസ്റ്റാബ്ലിഷിംഗ് നടക്കുന്നു, അവിടുന്ന് സണ്ണിയെ റിവീൽ ചെയ്യുന്നു. അതിൽ ഭയങ്കര സിനിമാറ്റിക് എലമെന്റ്സ് ഉണ്ട്. എന്നാൽ ഇയാളുടെ ക്യാരക്ടർ അവിടെ റിവീൽഡ് ആണ്, ആ സ്പേസ് റിവീൽഡ് ആണ്. ഈ പെർട്ടിക്കുലർ സീനുകൾ ഓപ്പൺ ചെയ്യുന്നത് എല്ലാ സീനിനും എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി സിനിമയിൽ ഉണ്ടാവാന്നുള്ളത്. ഇപ്പൊ ഞാൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് ആലോചിക്കുന്ന സമയത്തേക്ക് ഓരോ സീനും എന്തെങ്കിലും അവിടെ പ്ലേ ചെയ്യാനുണ്ട്. പലപ്പോഴും പറയല്ലോ ആവശ്യമില്ലാത്ത ഒമിറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു ഒമിഷൻ പ്രോസസ്സിനുള്ള നിങ്ങളുടെ പ്രോസസ്സ് നടന്നിട്ടുണ്ടാവും. നമ്മളത് കാണുന്ന സമയത്തേക്ക് അത് വളരെ ഓർഗാനിക് ആയിട്ട് കിട്ടിയിരുന്നു. ആ പെർട്ടിക്കുലർ സീക്വൻസ്, ഈ സ്പേസ് സെറ്റിംഗ്, ഈ പറഞ്ഞ അപ്പാർട്ട്മെന്റ്സ്, ആ ഒരു സ്ട്രീറ്റ് സെറ്റിംഗ്, അതിന്റെ ഒരു ഇനീഷ്യൽ ഐഡിയ, എക്സിക്യൂഷൻ എങ്ങനെയായിരുന്നു ശരിക്കും? വന്ദനം സിമ്പിൾ വന്ദനമാണത്. ഞാൻ ഹാർഡ് കോർ പ്രിയദർശൻ ഫാനാണ്. അപ്പൊ ഇത് ആലോചിച്ച് ഇങ്ങനെ ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ ബോയ് നെക്സ്റ്റ് ഡോർ വന്നപ്പോ തന്നെ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് വന്ദനമാണ്. വന്ദനം ബേസ് ചെയ്ത് ബാംഗ്ലൂർ, ഓക്കെ റെഡി. മൈൻഡിൽ അത് കേറി ആൻഡ് വി ഹവ് ട്രൈ ടു മേക്ക് ഇറ്റ് അവർ ഓൺ. അത് അങ്ങനെ എവിഡന്റ്ലി ഫീൽ ചെയ്യാതെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു വേർഷൻ ഓഫ് ആ ഒരു സെറ്റിംഗ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇനീഷ്യൽ ഇത്. ഐ തിങ്ക് ദാറ്റ് ഇസ് പ്ലേഡ് വെൽ. കാരണം എനിക്ക് വിനീത് വിളിച്ചിട്ട് പുള്ളി ഇത് വന്ദനം മെൻഷൻ ചെയ്തു. അപ്പൊ ഐ വാസ് ഹാപ്പി ബിക്കോസ് അത് പുള്ളിക്കുള്ളൊരു അങ്ങനെയല്ല, നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുമല്ലോ ഫിലിം മേക്കേഴ്സിന്റെ. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം മേക്കർ ആയതുകൊണ്ട് പുള്ളിയുടെ എന്തെങ്കിലും ഒരു ഇത് വെക്കണമെന്നുള്ളൊരു. അപ്പം ഐ എം നോട്ട് എക്സ്പെക്ടിങ് എവറിബഡി ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അങ്ങനെ അതല്ല, പക്ഷെ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതെ, ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇല്ലെങ്കിൽ നീ തരംഗത്തിന് ശേഷം പറഞ്ഞ 8ാമത്തെ വർഷമാണല്ലോ രണ്ടാമത്തെ ഡയറക്ടോറിയൽ സിനിമ വരുന്നത്. ഇത് വലിയ ഗ്യാപ്പാണ്. രണ്ടാം സിനിമ പറയുന്നത് ക്രൂഷ്യലാണ്. ആദ്യ സിനിമ പോലെ തന്നെ ഈ പറഞ്ഞ ആക്സെപ്റ്റൻസ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരണം. എന്താ ശരിക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഡൊമിനിക് പ്രിപ്പയർ ചെയ്യുന്ന ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ മറ്റു സിനിമകൾ ഉണ്ടായിരുന്നത്? ഞാൻ ഫസ്റ്റ് സിനിമയുടെ ഒരു കൊമേഴ്ഷ്യൽ ഫെയിലിയർ എന്ന് പറയാം. കൊമേഴ്ഷ്യൽ ഫെയിലിയർ അത് നമ്മളെ ഒരു രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു, അത് എന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതല്ലേ ഇവിടെ, ഇത് പരിപാടി ഇത് നടക്കില്ലേ ഇവിടെ എന്നുള്ളൊരു ഡൗട്ട്, സെൽഫ് ഡൗട്ട്സ് ഒക്കെ തോന്നുന്നൊരു ടൈമാണ്. പക്ഷെ വെൻ യു ഒരു നെക്സ്റ്റ് ഒരു ഐഡിയ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് പയ്യെ കുറച്ച് വിട്ടിട്ട് അതിലേക്ക് എൻട്രി കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ കുറച്ചും കൂടെ ഓക്കെ ആവും. വെറുതെ ഇരിക്കായിരുന്നില്ല. ഐ മീൻ കുറച്ച് എഴുത്തുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. ഒരു പടം ഒന്നല്ല 2 പടം, ഒരു പടം ഓൾമോസ്റ്റ് നമ്മൾ ചെയ്യാനിരുന്നിട്ട് അപ്പോഴാണ് കോവിഡ് വന്നതും. പിന്നെ കോവിഡ് വന്നപ്പോഴത്തേക്ക് ആ പടം ആ ടൈമിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു, വലിയ പടമായിരുന്നു. അപ്പൊ അത് പിന്നെ അത് മാറ്റി വെച്ചിട്ട് ചെറിയ പടം ചെയ്യാന്ന് വിചാരിച്ചു കോവിഡ് സിറ്റുവേഷനിൽ.
അതും ഏകദേശം വന്ന് നിന്നപ്പോഴത്തേക്ക് അതും പല കാരണങ്ങളാൽ അതും മാറിപ്പോയി. ഉം. അപ്പൊ ഈ മാറിപ്പോകുമ്പോഴൊക്കെ ഐ വാസ് ഓൾവേസ് തിങ്കിങ് ഇല്ല നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം ചെയ്താൽ മതി, അല്ലാതെ വെറുതെ ഒരു സിനിമ ചെയ്യേണ്ട കാര്യമില്ല, അത് കറക്റ്റായിട്ട് വന്നോളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അല്ല, ഈ ഗ്യാപ്പിൽ ഹാപ്പി ആയിരുന്നു. ആ ഗ്യാപ്പ് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം മോസ്റ്റ്ലി മേജർ ബുദ്ധിമുട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ഇതാണ് ആര് കണ്ടാലും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര പബ്ലിക് ഒരു ഇൻട്രോവേർട്ട് പേഴ്സൺ, എവിടെ പോവാറില്ല അങ്ങനെയുള്ള. അപ്പൊ അതെല്ലാം നമ്മൾ ഒഴിവാക്കി. വീട്ടുകാർ വലിയ കുഴപ്പമില്ല, ചോദിക്കും ഇടയ്ക്ക്, മനസ്സിലാണല്ലോ ഇടയ്ക്ക് ചോദിച്ചു പോകും. അപ്പൊ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാനും അറിയാം. അപ്പൊ അത് ഞാൻ എങ്ങനെ മാനേജ് ചെയ്ത് പോയി. അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഡു എ ഫിലിം ദാറ്റ് ഐ വാണ്ടഡ് ടു മേക്ക്. അത്ര അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്കങ്ങ് ഒരുപാട് സിനിമ ചെയ്ത് ഇതൊന്നും ആവണമെന്നൊന്നുമില്ല, കറക്റ്റ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റിയാൽ മതി എന്നുള്ളൊരു ഐഡിയ ആണ് മൊത്തത്തിൽ. അല്ല, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ തിയേറ്ററിൽ കൈയടി വീഴുന്ന ഒരുപാട് മൊമെന്റ്സ് വരുന്നുണ്ട്. അതിൽ കൈയടി വീണ 2 മറ്റേ ഈ പറഞ്ഞ ട്രാൻസിഷൻ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിലൊരു പ്രീ പ്ലാൻ ഉണ്ടാവുമായിരിക്കാം, അതിന് ചിലപ്പോൾ ഓൺ ലൊക്കേഷൻ മറ്റേ ഇംപ്രവൈസേഷൻ ആയിരിക്കാം. എന്നാണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ട് തിയേറ്ററിൽ. ഈ പറഞ്ഞ അതൊരു ജഡ്ജ്മെന്റ് കൂടെയാണല്ലോ. ഇതിവിടെ പ്ലേസ്ഡ് ആവണം, ഇത് പ്രോപ്പർലി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഈ പറഞ്ഞ ആളുകളുടെ ഉള്ളിൽ ടെക്നിക്കലി ഇവരെടുത്ത എഫേർട്ടും വിസിബിൾ ആണ്, എന്നാൽ സ്റ്റോറിയുടെ നറേറ്റീവിനെ അത് ബാധിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള ഫ്ലോ അവിടെ ഉണ്ട്. ആ 2 പെർട്ടിക്കുലർ ട്രാൻസിഷനെക്കാളും വാട്ട് ഐ വോണ്ട് ടു ടെൽ ഇസ്, നമ്മള് ഈ ഫിലിം നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിനൊരു ഇവര് പ്രൊഡക്ഷൻ ഒരു ബഡ്ജറ്റും ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വി ഡിസൈഡ് ദിസ് ഇസ് ദ ബഡ്ജറ്റ് വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് മൂവി. അപ്പോൾ ഇത് നമ്മള് പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ഭയങ്കര റിസ്ക് ആണ് എടുക്കുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാരും ഇൻഫോം ചെയ്തു. ആൻഡ് വി നോ ദാറ്റ് ദിസ് ഇസ് എ ബിഗ് റിസ്ക്. അന്ന് നമുക്ക് കാസ്റ്റ് പോലും ആക്ച്വലി ഫൈനൽ അല്ല. അവര് ഡിസൈഡ് ചെയ്യുന്നത് ഓക്കെ ഈ ഐഡിയ നല്ലതാണ്, അതുകൊണ്ട് വി ക്യാൻ വർക്ക് ഓൺ ദിസ്, പക്ഷെ ഈ ഐഡിയക്ക് വേണ്ടി ഇത്രയും. അപ്പൊ ഞങ്ങൾ അന്ന് ഡിസൈഡ് ചെയ്താണ് നമുക്ക് ഇതിനൊരു വി ഹാവ് ടു ബി അബ്സല്യൂട്ട്ലി പ്രെപ്ഡ് when we go for this film. അങ്ങനെ ഞങ്ങളൊരു ഡൊമിനിക്കും മൊത്തം ആയിട്ടിരുന്നിട്ട് ഒരു ബൈബിൾ പോലെ ഉണ്ടാക്കി, വേർ എക്സാക്ട്ലി വാട്ട് വി നീഡ് ഇൻ ദിസ് ഫിലിം എക്സാക്ട്ലി. അത് ഞങ്ങൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് അത് നമ്മൾ ഷൂട്ടിംഗ് തീരുന്നവരെ നമ്മൾ അത് വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അതിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളുമാണ് ആക്ച്വലി നമ്മളിവിടെ ഷൂട്ട് ചെയ്തതും. നല്ലതുണ്ടായിരുന്നു, നമുക്ക് കട്ട് ചെയ്ത് ഇത് വേണ്ട അല്ല, പക്ഷെ അത് സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മളിപ്പം ഈവൻ നമ്മള് ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ പ്രൊഡക്ഷനകത്ത് എടാ ഇത് വേണോന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഇതിനകത്തുണ്ടല്ലോ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നില്ലേ, സാധാരണ ഞങ്ങൾ ആകെ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് മതി, അതിൽ കൂടുതലൊന്നും വേണ്ടെന്നുള്ളൊരു സാധനം. സോ വി വാണ്ടഡ് ടു ബി എക്സ്ട്രീംലി പ്രെപ്ഡ്. കാരണം എന്ന് വെച്ചാൽ അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു ബഡ്ജറ്റിലോ അല്ലെങ്കിൽ തീർക്കാൻ പറ്റുള്ളൂ, ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ധാരണ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ഡൊമിനിക്കും ബാക്കിയുള്ള എല്ലാ ക്രൂവും വി വർ വെരി മച്ച് പ്രെപ്ഡ്. എല്ലാവർക്കും ഈ ബൈബിൾ കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങൾ പഠിച്ചിട്ട് വന്നാൽ. അല്ല, ഈ ബൈബിളും പ്രെപ്പൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ റൈറ്റിങ്ങും വിഷ്വലും പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. എവിടെ ഒരു ഓവർ ഷാഡോയിങ് നടക്കുന്നില്ല. കൃത്യമായിട്ടുള്ള ഇവരുടെ ഒരു പാർട്ട്ണർഷിപ്പ്, ഇവരുടെ 2 എലമെന്റ്സും കൃത്യ പാർട്ട്ണർഷിപ്പിൽ പോയിട്ടുണ്ട്. അതിന്റെ ഒരു ഫിൽറ്ററിങ് നടന്നുണ്ട് ഉറപ്പായിട്ട്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ടു ലാസ്റ്റ് ഡ്രാഫ്റ്റ് ഓൾമോസ്റ്റ് 23 ഡ്രാഫ്റ്റ്സ് പോയിട്ടുണ്ട്. അതും ഭയങ്കര മേജർ ചേഞ്ചസ് അല്ല, ഫിൽട്ടർ ചെയ്ത് ഈ ചെറിയ ചേഞ്ചസും ചെറിയ എങ്ങനെ ഇതിനെ ബെറ്റർ ആക്കാന്നുള്ളൊരു അങ്ങനെ പല വേർഷൻ. അതേ പറഞ്ഞ വിഷ്വൽ ആൻഡ് സ്ക്രിപ്റ്റ് എന്തുകൊണ്ടാണ് സിംഗിൾ ഇരിക്കുന്നത് വെച്ചാൽ നമ്മളെ ഈ പ്രോസസ്സ് ഒരുമിച്ച് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് കുറേ നാളായതുകൊണ്ടാണ് ആ ഒരു ഇപ്പൊ കാണുന്നൊരു ഈ സീംലെസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. കാരണം ഇവൻ എപ്പോഴും ഉണ്ട് ഇതിന് പ്രോസസ്സ് മൊത്തം നമ്മൾ അല്ലെങ്കിൽ ഞാൻ നിമിഷം ശാന്തിയും ത്രൂ ഔട്ട് ഉണ്ട്, റൈറ്റിങ്ങിലെല്ലാം ഉണ്ട്. അപ്പം ഈസ് വെരി ക്ലിയർ അബൌട്ട് വാട്ട് വി ആർ ട്രൈങ് ടു വാട്ട് ഇസ് ദെയർ ഓൺ പേപ്പർ എന്നുള്ളത് കറക്റ്റായിട്ട് ഇവനും അറിയാം, നമുക്കും അറിയാം. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സിങ്ക് ഉണ്ടായിരുന്നു, നോട്ട് ജസ്റ്റ് വിത്ത് നിമിഷ്. അതേ പറഞ്ഞ ബംഗ്ലാൻ വരുമ്പോഴും അതെ ഈ കോസ്റ്റ്യൂംസിന്റെ കളേഴ്സും എവറിത്തിങ് വി ഹാഡ് എ പാലറ്റ്. പക്ഷെ ഈ അവനും ഈ സെയിം ഒരു ഇതിലേക്ക് എത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. മെൽവി അത് ഭയങ്കര നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഫോർ അർച്ചന റാവു ഉണ്ട് കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുണ്ട്. അർച്ചന ഹാസ് ഡൺ മോസ്റ്റ്ലി മെയിൻലി ഫോർ ത്രീ കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ദാറ്റ്
സ്റ്റേസ് ആ, വിതിൻ അതെ. ദ ഉം. ഫിലിം. അതിനൊരു ഭയങ്കര രസമുണ്ട് സിനിമ കാണുമ്പോൾ എന്നുള്ളൊരിതാണ്. നമുക്കറിയാം പലപ്പോഴും പല സൂപ്പർ ഹീറോ സിനിമകൾ എന്ന് പറയുമ്പോൾ അതിൽ മറ്റേ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുള്ള വലിയ വലിയ സീക്വൻസുകൾ, ഇതിന്റെ ഈ വലിപ്പം കാണിക്കുന്നത് പലപ്പോഴും ഇതിന്റെ ഈ വിഷ്വൽ ഔട്ടിലാണല്ലോ. പക്ഷെ ഇതിന്റെ വലിപ്പം ഈ കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സ്പേസിൽ ആ വലിപ്പം റിവീൽഡ് ആണ്. കുറച്ചും കൂടി ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് പിക്ക് ചെയ്ത് പറയാൻ പറ്റുന്ന ലൊക്കേഷനുകൾ ഉണ്ട് സിനിമയിൽ. നമ്മളൊരു പടം കഴിഞ്ഞ് നമ്മൾ റിവൈൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്ന സ്ഥലങ്ങളിലാണ് പടം എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഈ വലുപ്പത്തിൽ നമ്മൾ ഒരു തരത്തിലും അതിൽ നമ്മൾ ഫോക്കസ്ഡ് അല്ല, നമ്മളിത് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ഈ സിനിമയെ ബഡ്ജറ്റിൽ ഒതുക്കാന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഈ ഡിസൈൻ പൊളിയാതെ കൊടുക്കുക എന്നുള്ളത് പ്രേക്ഷകർക്ക്, അത് ശരിക്കും ഭയങ്കര വലിയ ചലഞ്ചാണോ, ഈസി ആണോ, എന്തായിരുന്നു? ഐ തിങ്ക് ആസ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയില് അല്ല പിന്നെ ഞങ്ങളുടെ ഇനീഷ്യൽ പ്ലാനിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു എസ്തെറ്റിക്കൽ ചോയ്സ് കൂടാണ്. വി വാണ്ടഡ് ടു ഓപ്പൺ ദിസ് വേൾഡ് സ്ലോലി. നമ്മളിപ്പം ഞാൻ ഇവനോട് എപ്പോഴും പറയുന്നത് നമ്മൾ ഈ GTA Vice City ഒക്കെ നമ്മൾ കളിക്കുമ്പോഴത്തേനും ചില മിഷൻ കഴിയുമ്പോഴാണല്ലോ നമ്മൾ അടുത്ത ഏരിയയിലോട്ടും ആ സിറ്റി വലുതാവുക എന്നുള്ള സാധനം. ഞങ്ങളെ അതേ ഐഡിയ തന്നെയാണ് ആക്ച്വലി. പതുക്കെ ഈ സിറ്റിയിൽ ബാക്ക്ഡ്രോപ്പിൽ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആവാം ഇനി ഓപ്പൺ അപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങൾ. അപ്പം ബേസിക്കലി ഇതൊരു സ്നീക്ക് പീക്ക് എന്നുള്ള രീതിയിൽ അത്രേ ഉള്ള ഒരു ഡോറ് തുറന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു എന്നുള്ളൊരു അത്രയും ഫീൽ ചെയ്താൽ മതി. അപ്പൊ അതിനുള്ളത് നമ്മൾ കാണിച്ചാൽ മതി. കാണിക്കുമ്പോ ഈ ബഡ്ജറ്റിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതെ സ്മാർട്ട് ചോയ്സസ് മെയ്ഡ്. അല്ല, അത് ഭയങ്കര നല്ലതായിരുന്നു ആക്ച്വലി. കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഇതിന്റെ സ്കെയിലിൽ നിന്ന് ഒരിക്കലും തെറിച്ചു പോകുന്നില്ല, നമ്മൾ ഇതിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒറിജിനൽ സ്റ്റോറി എപ്പോഴും ഭയങ്കര അടിപൊളി ബാക്ക് ബോൺ ആണെന്നറിയാം ഒരു സിനിമ ക്രിയേറ്റ് ആവുന്നതിൽ. പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര ഒരു നമ്മുടെ സമ്പത്ത് എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ഒറിജിനൽ ആയിട്ടുള്ള മിത്തുകളുണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്. പലരും അത് ഉപയോഗിച്ച് കണ്ടിട്ടില്ല. പലപ്പോഴും നമ്മൾ പലരും റെഫറൻസ് എടുക്കുന്നത് പുറത്തുനിന്നാണ്, പുറത്ത് സൂപ്പർ ഹീറോസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഷോർട്ട് ഡിവിഷൻ അടക്കം അതിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒറിജിനൽ സ്റ്റോറി ഇവിടെ ഉണ്ടാക്കാനുള്ള എല്ലാം ഇവിടെയുണ്ട്. അതിനെ യൂസ് ചെയ്യുക എന്നുള്ളത്, അതിനെ യൂട്ടിലൈസ് ചെയ്യുക, അതിനെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ, എന്നാൽ ഇപ്പോഴത്തെ ടൈം പീരീഡ് എല്ലാ തരത്തിലും ബ്ലെൻഡ് ആയിരിക്കുക എന്നുള്ളത്. ഒറിജിനൽ സ്റ്റോറി ഇതിന്റെ ബേസ് സെറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ഐഡിയ, എക്സിക്യൂഷൻ. എന്താ ശരിക്കും ഇങ്ങനെ ഒരു ക്യാരക്ടറിന്റെ കഥ പറയണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ യൂഷ്വലി കാണിക്കുന്ന പോലെ ഒരു റൂറൽ സെറ്റിംഗിൽ കൊണ്ടുപോയി അങ്ങനെ പിടിക്കണ്ട എന്നുള്ളൊരു ഇനീഷ്യൽ ഐഡിയ ഉണ്ട്. അതെ, അങ്ങനെ വേണ്ട, നമുക്കിത് എന്തുകൊണ്ടൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഇവരെ പ്ലേസ് ചെയ്തുള്ള ഇങ്ങനത്തെ ഒരു കഥ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞുകൂടാ എന്നുള്ള, ലെറ്റ്സ് മേക്ക് ഇറ്റ് മോർ ലിറ്റിൽ മോഡേൺ, പക്ഷെ സ്റ്റിക്കിംഗ് ടു അത് റൂട്ടഡ് ആയി തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കഥ ചന്ദ്രയിലേക്ക് നമ്മൾ കാണുന്നതും ഈ ലോകം നമ്മൾ അറിയുന്നതും എല്ലാം സണ്ണിയിലൂടെയും രേണുവിലൂടെയാണ്. അതൊരു കോമൺ മാൻ പെർസ്പെക്റ്റീവ് ആണ്. അപ്പൊ ഇത് എഴുതി പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്തും എഴുതാമല്ലോ, അത് കുഴപ്പമില്ല. അതെ, പക്ഷെ ഇതിനെ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുന്ന, അതായത് പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നു അതിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇനിഷ്യൽ ഇത്. അപ്പൊ വെൻ ദ ഫോക്ലോർ എലമെന്റ് കെയിം ഇൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദാറ്റ് വാസ് ദ മോസ്റ്റ് റൈറ്റിങ്ങിൽ ഏറ്റവും സുഖം കിട്ടിയ ഒരു ഏരിയ ആണ് ആ ഒരു ഏരിയ. നമ്മൾ എന്ത് സെറ്റിംഗ് കൊണ്ട് ഇട്ടാലും ഇഫ് ആർ റൂട്ട്സ് അല്ലെങ്കിൽ ഈ ബേസിക് ഫോക്ലോർ ആൾക്കാർക്ക് കണക്ട് ആവുന്നുണ്ടെങ്കിൽ, ഇത് കണക്ട് ആയി കിട്ടിയാൽ നമ്മൾ ഇനി എന്ത് പറഞ്ഞാലും ബിലീവബിൾ ആയി പൊക്കോളും. അപ്പം നമ്മൾ ഇതിനകത്ത് പറയുന്ന ക്യാരക്ടർ ദാറ്റ് ഇസ് സോ ഫെമിലിയർ വിത്ത് മലയാളീസ്, അത് കിട്ടും, അത് കിട്ടേണ്ടതാണ് ഇതാണ്. അതാ ബേസിക്കലി ദാറ്റ്സ് ദ മെയിൻ തിങ് എന്ന് എനിക്ക് തോന്നിയത്. സിനിമയുടെ ഓപ്പണിംഗ് ഭയങ്കര ക്രൂഷ്യൽ ആണല്ലോ ഇപ്പോഴും. ആളുകൾ അതിൽ ലോക്ക് ആവണം. ഈ പറഞ്ഞ പ്രത്യേകിച്ച് പ്രോട്ടഗണിസ്റ്റിനെ ലോഞ്ച് ചെയ്യുന്ന സീക്വൻസ് തന്നെ ആളുകൾക്ക് അവിടെ ഒരു ഇമ്പാക്ട് കിട്ടണം എന്നുള്ളത് ഭയങ്കര രസമായിരുന്നു. ഈ പറഞ്ഞ സെറ്റിങ്ങില് അവരെ ലോഞ്ച് ചെയ്യുന്നത്, അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജേണി, ബാക്കി ഫോളോ ചെയ്ത് വരുന്നതെല്ലാം. ഓപ്പണിംഗ് ഫിക്സ് ചെയ്യുന്ന ഒരു സിനിമയുടെ, പ്രത്യേകിച്ച് ലോക പോലൊരു സിനിമ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇതൊരു സ്നീക്ക് പീക്ക് ആണ്. ഈ യൂണിവേഴ്സിറ്റിയുള്ള ഫസ്റ്റ് വിഷ്വൽ ഒരു കിട്ടുന്നത് സ്ക്രീനിൽ ഇതാണ്. ഈ ഓപ്പണിംഗ് ലോക്ക് ചെയ്യുന്നത്, അതിനെ എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നത് ഈ ഗ്രാൻഡ് ഇയറിൽ എന്തായിരുന്നു പരിപാടി? ഷൂട്ട് ചെയ്ത അല്ല, ഞങ്ങളുടെ ഇനീഷ്യൽ ഐഡിയ ഇത്രയുള്ളായിരുന്നു. നമ്മളിപ്പം ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നതിനേക്കാളും നമുക്കൊരു വലിയൊരു എക്സ്റ്റെൻഡഡ് കഥ നമ്മൾ ഇതിനകത്ത് നമുക്കുണ്ട്. നമ്മൾ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയൊരു എക്സ്റ്റെൻഡഡ് കഥ അത് ഒരു സിനിമയിൽ പറയാൻ പറ്റില്ല. അപ്പം ഈ സിനിമയുടെ ആദ്യത്തെ ഷോട്ടിൽ ആദ്യം വരുന്ന ഇത് നമ്മൾ ഈ എക്സ്റ്റെൻഡഡ് കഥ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു വിഷ്വൽ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു.
അപ്പൊ അതാണ് ഞങ്ങൾ ആക്ച്വലി ആ ഫസ്റ്റ് സീനിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്, എങ്ങോട്ടാണ് പോകുന്നത്. ശരിക്കും ശരിക്കും പറഞ്ഞാൽ ചമൻ ഇടക്കിടക്ക് പറയുന്നത് ഇത് ഇത് കളഞ്ഞ അത് മാത്രല്ല, ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾ ആദ്യം ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഞാനിത് ഇത് ഇത്ര വലുതായിട്ട് പിടിക്കാൻ പറ്റില്ലായിരിക്കും ബഡ്ജറ്റ്. അപ്പൊ ഞാനിത് തുടങ്ങുന്നത് ചന്ദ്രയുടെ ഒരു ക്ലോസപ്പിൽ നിന്നായിരുന്നു തുടങ്ങുന്നത്. ബാക്കിയെല്ലാം സൗണ്ട് ഡിസൈൻ ആയിരുന്നു. എന്നിട്ടാണ് ബാക്കി ട്രാവൽ പോകുന്നത്. പക്ഷെ ഇത് ദുൽഖർ അടുത്ത് പറഞ്ഞു ദുൽഖർ പറഞ്ഞു എന്താ അത് കാണിച്ചോളേ, കാണിച്ചോ? അപ്പൊ ഞാൻ കാണിക്കാവോ എന്നാ കാണിക്കാം. അതാ പറഞ്ഞ ഇത് പ്രൊഡ്യൂസർ ഇസ് ദാറ്റ് സപ്പോർട്ടീവ്, അല്ലെങ്കിൽ ഷെയറിംഗ് സെയിം വിഷൻ. അപ്പൊ നമുക്ക് ഭയങ്കര ഓക്കെ എന്നാ നമുക്ക് ട്രൈ ചെയ്തു. അങ്ങനെയാണ് നമ്മളെ ഇതത്. ഇല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ തന്നെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഭയങ്കര പണിയാണ്, കോസ്റ്റ്ലി ആണത്. അത് ചെയ്യണോ, നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ഇല്ല, വേണ്ട ഒന്നും കളയണ്ട, എടുക്കാനുള്ള എല്ലാം എടുത്തോ എന്നുള്ളൊരു അത് ഭയങ്കര അഡ്വാൻറ്റേജ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ നമുക്ക് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പോസിബിൾ. അത് ഗംഭീര ഓപ്പണിംഗ് ആയിരുന്നു, ആളുകൾ ഈസിലി അതില് ലോക്ക് ആയിരുന്നു കണ്ടു തുടങ്ങുമ്പോൾ. ഈ ദുൽഖറിനെ പറ്റി പറഞ്ഞപ്പോ ഈ പ്രൊഡക്ഷൻ ഭയങ്കര ക്രൂഷ്യൽ ആണ്, പ്രത്യേകിച്ച് ഇത്ര ഒരു സിനിമയ്ക്കുള്ളത്. എന്താ ഉറപ്പായിട്ടും മൾട്ടിപ്പിൾ ആളുകളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവാം, കുറെ നോക്കായിട്ടുണ്ടാവാം, നോക്കാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം. ഇതിനൊരു വലിയ ജേണി ഉണ്ടാവാം. ദുൽഖർ എന്ന ഓപ്ഷൻ, വെയ്ഫാറർ എന്നുള്ള ഓപ്ഷൻ അവിടെ ലോക്ക് ചെയ്യുന്നത്, പിച്ച് ചെയ്യുന്നത്, ഇത് ഓൺ ആവുന്ന മൊമെന്റ് എന്താ ശരിക്കും? അത് ഇതുപോലെ പല സ്ഥലത്ത് പോയി നോ പറഞ്ഞ് അങ്ങനെ നോ അധികം പേര് പറഞ്ഞില്ല. എല്ലാവർക്കും ഒരു ഇതായിരുന്നു, ഇത് ഒരു കൺഫ്യൂഷൻ. ഇത് ഇവര് പറയുന്ന എക്സ്പെൻസീവ് ആവും, ഇത് ബഡ്ജറ്റ് വരും, അതുകൊണ്ട് ഈ ഡബിൾ മൈൻഡ് നിൽക്കുന്ന എല്ലാരും ഡബിൾ മൈൻഡഡ് നിൽക്കുകയാണ്. എല്ലാരും പറയുന്നത് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇത് എപ്പോ ചെയ്യാം, ഇതിന് ഇങ്ങനെ ഒരു ആക്ടർ വരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൂപ്പർ ഇത്തിരി സ്റ്റാർ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു എങ്ങനെയാ നമ്മൾ അങ്ങനെ ഒരു പരിപാടി ഈ ഒരു സാധനത്ത് അങ്ങനെ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ലാസ്റ്റ് ഫൈനലി ഇതുപോലെ ഒരു ബിഗ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ അടുത്ത് പോയപ്പോഴാണ് അവർ പറഞ്ഞു ഇതുപോലെ ഒരു 3 years കൂടെ വെയിറ്റ് ചെയ്താൽ ഓക്കെ. ഞാൻ 8, 3, 11 വേണ്ട, ഞങ്ങൾ പാരലി പിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനപ്പം വി വർ ഡൂയിങ് കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമ്മള് DQ എന്റെ അടുത്ത സുഹൃത്തും കൂടെയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പുള്ളിയോട് ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ആക്ച്വലി നമ്മള് ഇങ്ങനെ ഒരു പടം ഞങ്ങൾ ഭയങ്കര പാഷനറ്റ് ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, അതിങ്ങനെ നമ്മൾ അയാളുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ അയാൾ വേണമെന്ന്. അപ്പൊ ഞങ്ങൾ ഏതോ ഒരു ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേനും DQ പറഞ്ഞു ലൈക്ക് വൈ ആർ യു ഗിവിംഗ് ഓൾ ദീസ് ഗുഡ് ഐഡിയാസ് ടു അതർ പീപ്പിൾ, വൈ കാൻറ്റ് വി ഡു ഇറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വേറെ ആർക്കും പറഞ്ഞിട്ടില്ല. ആക്ച്വലി DQ അന്ന് ചെയ്യാമെന്ന് DQ പറഞ്ഞു. അപ്പം ഈ നമ്മളത് ഓർഗാനിക് ആയിട്ട് DQ ഈ പ്രോസസ്സ് കേട്ടു, നമ്മുടെ ഈ ഐഡിയ ഉണ്ട്. അത് കഴിഞ്ഞ് ഡൊമിനിക് വന്നിട്ട് ഇത് നറേറ്റ് ചെയ്തപ്പോഴത്തേനും നറേറ്റ് ചെയ്ത് 2 തവണ കേട്ടോ, എനിക്ക് ഓർമ്മയാണ്. ഞാൻ വീട്ടിൽ പോയി നറേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ട് പോയത് സൂപ്പർ സാധനമാണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഹാഫില് ഇത് ഒരു സ്ലോ വേൾഡ് ബിൽഡിംഗ് ആണല്ലോ. അപ്പൊ പയ്യെ പേസ് കയറി വന്ന് ആ ഇന്റർവൽ ബ്ലോക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ ഒരു മെയിൻ ഇത് വരുന്നത്. അപ്പൊ ഞാനിതിങ്ങനെ പറഞ്ഞ് ഇന്റർവൽ വരെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എത്തിയപ്പോഴത്തേക്കും പുള്ളി ഓക്കെ ഇപ്പൊ എന്തൊക്കെയോ ആയി. അപ്പൊ മമ്മൂക്ക അപ്പുറത്തുണ്ട്. മമ്മൂക്ക വന്നിട്ട് പറഞ്ഞു എനിക്ക് മകന്റെ കൂടെ ഭക്ഷണം കഴിച്ചാൽ കൊള്ളാം. ബ്രേക്കായി, എന്തായാലും കുഴപ്പമില്ല പറയുമ്പോ ഞാൻ പയ്യെ പോയി. നെക്സ്റ്റ് ഡേ ആണ്. അപ്പം ഐ റിമെമ്പർ ജോമന്റെ അടുത്ത് പറഞ്ഞു എടാ നീ നല്ലപോലല്ലേ കഥ പറഞ്ഞു. ജോമൻ നല്ലതല്ലേ കഥ പറഞ്ഞു, ദുൽഖർ അത്ര ഇതില്ലല്ലോ, നീ അത് പൊലിപ്പിച്ച് പറയുന്നത്. ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ പറഞ്ഞത് കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. അപ്പം നെക്സ്റ്റ് ഡേ വൈകുന്നേരം ഞാൻ വന്ന് സെക്കൻഡ് DQ ആദ്യമേ പറയും ഇത്രയും ടൈമിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നീ ടൈം നോക്കണ്ട, നീ പിന്നെ നെക്സ്റ്റ് ഡേ എന്നിട്ട് അപ്പൊ എനിക്ക് നീ പുള്ളിക്ക് ഇത് ഓർമ്മയുണ്ടാവും, ഞാൻ വേണമെങ്കിൽ ഞാൻ റിഫ്രഷ് ചെയ്യാം. വേണ്ട എനിക്ക് ഓർമ്മയുണ്ട്, പറഞ്ഞു ഇവിടെ തൊട്ട് അങ്ങ് പറഞ്ഞു. അങ്ങനെ ഞാൻ സെക്കൻഡ് ഹാഫും കൂടെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വാസ് ലൈക്ക് ഓക്കെ ഇപ്പം ഓക്കെ നൗ ഐ ഗെറ്റ് ദ ഹോൾ പിക്ചർ. അങ്ങനെയാണ് പറഞ്ഞ ഉടനെ അപ്പൊ തന്നെ പുള്ളി ഓക്കെ ആണ്. ഞാൻ പയ്യെ അല്ല, പക്ഷെ അതിൽ ഏറ്റവും വലിയ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് എന്തായിരുന്നു വെച്ചാൽ he didn't ask who is the cast. ഇപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് ഇത് ചെയ്യുന്നത്, നമ്മൾ രണ്ടുപേരും ഇതിന് ഉണ്ടാവും എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ട് he was like okay let's do this, ഇനി നമുക്ക് എത്ര ബഡ്ജറ്റ് ആവും നോക്കാം. അപ്പോഴും കാസ്റ്റ് ഫിക്സ്ഡ് അല്ലായിരുന്നു. അപ്പം ഞങ്ങള് ആ ഐഡിയയിൽ ഇത്രയും ഇൻവെസ്റ്റഡ് ആയിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ തന്നെ ഞങ്ങള് ഫ്ലാറ്റ് ആയി ബേസിക്കലി. ഞങ്ങള് എന്നാ പിന്നെ he will do anything for the good of this idea എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയത്.
അത് ഭയങ്കര സംഭവിപ്പോ നമുക്ക്. അല്ല, ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടും പ്രേക്ഷകർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്ലോ. ഈ നരേഷൻ കഴിഞ്ഞിട്ട് ഇവരുടെ ദുൽഖറിന്റേതായിട്ടുള്ള സംശയങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ അത് പക്ഷെ ഒരു ഭയങ്കര ക്രിയേറ്റീവ് ഡിസ്കഷൻ, നല്ല ഐഡിയാസ് ഒക്കെ അതിൽ നിന്ന് കുറെ ഇവോൾവ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നെ ആ ഡ്രാഫ്റ്റ് അല്ല അല്ല ഞങ്ങള് ഒരുപാട് മാറിയിട്ടുണ്ട്. അല്ല അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് ഈ ആ സമയത്ത് നമ്മൾ ഇത്രയും നമ്പർ ഓഫ് ഫിലിംസ് ഇതിനകത്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങള് ഇങ്ങനെ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് ഈസ്റ്റർ എഗ്സ് ഇങ്ങനെ പതുക്കെ ആഡ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും ഡിക്ക് പറഞ്ഞു ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് മൊത്തം കഥ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് നമുക്ക് ഇത് ആഡ് ചെയ്യാം. അത് ഇപ്പം ഇതിനകത്ത് വേണ്ടി ഇതിൽ ആഡ് ചെയ്തിട്ട് കാര്യമില്ല. എനിക്കൊന്ന് അത് കഴിഞ്ഞ് 1.5 years എടുത്തു ഞങ്ങൾ ആക്ച്വലി ഈ 5 കഥകൾ. ഇപ്പൊ ദുൽഖർ കഴിക്കുന്ന സമയത്തേക്ക് ഈ പറഞ്ഞ മറ്റ് സർപ്രൈസ് എൻട്രികൾ ഉണ്ടായിരുന്നു. അത് പക്ഷെ ബേസ് ഐഡിയാസ് ആയിരുന്നു. ഇങ്ങനെ ഒരാളെ കൊണ്ടുവരാം എന്നൊക്കെ ഉള്ള ബേസ് ഐഡിയാസ്. ഇയാൾ വന്നാലോ, ഇയാൾ വന്ന് പോകാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു പോയത്. അപ്പം പുള്ളിയുടെ ക്വസ്റ്റ്യൻ അതെ, എന്തിനായിരിക്കും അയാൾ പോകുന്ന അയാളെ. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇതിന് കൺവിൻസിംഗ് ആയിട്ട് ഒരു ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഇതിനുണ്ടാക്കണം. അപ്പൊ പറഞ്ഞു പറഞ്ഞ അവസാനം വന്നപ്പോഴത്തേന് ഞങ്ങൾ എന്നാ പിന്നെ ഇത് ഞങ്ങൾ പോയി ഉണ്ടാക്കിയിട്ട്. അതിനാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അത് ഓൺ ആയതിനു ശേഷം പിന്നെ ഒരു 1.5 years എടുത്തത് ഈ ബാക്കിയുള്ള വേൾഡ് ബിൽഡ് ചെയ്യാനും. അത് സോ അത് മാത്രമായിരുന്നു ഞങ്ങൾക്കും ആക്ച്വലി കൺവിൻസിംഗ് ആയിട്ടുള്ള സാധനം. നമ്മളത് എന്തെങ്കിലും ഇതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ആക്ച്വലി മേക്ക് സെൻസ്. ഇറ്റ് ഷുഡന്റ് ജസ്റ്റ് ബി ഔട്ട് ഓഫ് ചുമ്മാ ഒരു വേൾഡ് ബിൽഡിംഗ്. അങ്ങനെ വെറുതെ വന്ന് പോകണ്ട. പർപ്പസ് ഷുഡ് ബി ജസ്റ്റിഫൈഡ് ഇൻ whatever comes later on. അല്ല, അത് ഭയങ്കര നല്ല മൂവ് ആയിരുന്നു. കാരണം ഫോർ ദ സേക്ക് ഓഫ് വരുന്നതിന് ആരും അവിടെ വരുന്നില്ല. വരുന്നതിനൊരു റീസൺ ഉണ്ട് അവിടെ, അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ലോക ഇപ്പോ റിലീസിന് ശേഷം വരുന്ന പോസിറ്റീവ് റെസ്പോൺസുകൾ എല്ലാ തരത്തിലുള്ള ആളുകൾ അത് അംഗീകരിക്കുന്നു. അവരതിനെ പറ്റി മറ്റൊരാളില് ഷെയർ ചെയ്യുന്നു. ഇപ്പോഴും ഒരു സിനിമ വർക്കാവുന്നത് ഈ വേർഡ് ഓഫ് മൗത്തിൽ ആളുകൾ എന്ത് ഷെയർ ചെയ്യുന്നുള്ളതിലാണല്ലോ. അതിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ഇപ്പൊ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു എന്തെവിടെ നടക്കണെന്നുള്ള മൂഡിലാണെങ്കിൽ കൂടി ഇതിന് ഹൈ ശരിക്കും എന്താണ് ഇപ്പൊ ഡൊമിനിക്കിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിമിഷിന്റെ കാര്യത്തിൽ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ഇത്രയും വലിയൊരു ടൈം പീരീഡ്, അതിന്റെ റിസൾട്ട് ആണല്ലോ ആളുകൾ ഇത് ആക്സെപ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ആ മൊമെന്റ് ശരിക്കും എങ്ങനെ? ശരിക്കും എനിക്ക് തോന്നുന്നത് നമുക്ക് പറയാൻ ഇഷ്ടമുള്ള ഒരു കഥ ഹോൾ ഹാർട്ടഡ്ലി പറയാൻ ശ്രമിക്കുക. അതിന് കൂടെ ഓരോ ഫീൽഡിലും എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരെ കൂടെ നിർത്തുക. അവർക്ക് ഓണർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആഫ്റ്റർ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു റെസ്പോൺസും ഇങ്ങനെ ഒരു ഇപ്പൊ റിപ്പീറ്റ് വാച്ച് ഒക്കെ കുറെ വരുന്നത് പറയുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആണ്. ഈവൻ ദോ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ അത് ആഗ്രഹമുണ്ട്, ആൾക്കാർ ഇത് വീണ്ടും കാണണം, ഇത് ഐഡന്റിഫൈ ചെയ്യണം, ഇതിനെപ്പറ്റി സംസാരിക്കണം, എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വന്നു എന്ന് അവർ ഡിസ്കസ് ചെയ്യണം. വെൻ ദാറ്റ് ഈസ് ഓൾ ഹാപ്പനിങ് ദാറ്റ് മേക്സ് യു ഫീൽ ഗുഡ്. അത് എന്തോ ഒരു സുഖമുണ്ട് അതിന്. എഴുത്തിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ വിത്ത് സ്പോയിലേഴ്സ് ആണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ട് സ്പോയിലർ അലേർട്ട് ഉണ്ട്. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പാലപ്പൂ പ്ലേസ് ചെയ്യുന്നത്, സ്ട്രീറ്റ് മജീഷ്യൻ റിവീൽ ചെയ്യുന്ന പോയിന്റ് എന്നാന്നുള്ളത്, ഈ പറഞ്ഞ സോങ് കട്ടി വരുന്ന നെസ്ലിന്റെ ഷൂട്ടിംഗ് എക്സ്പെർട്ടൈസിനെ ഈ ക്യാരക്ടറിന്റെ ഒരു ആർക്കിന്റെ ഒരു ക്ലോഷറിലോട്ട് കൊണ്ടുകൊടുക്കുന്നത്, ഈ തരത്തിൽ ഭയങ്കര കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ആണെങ്കിൽ കൂടി അത് കോമൺ മാന് ഭയങ്കര ഹൈ ആണല്ലോ. ഇവർ നോട്ടീസ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇവിടെ റിവീൽ ചെയ്യുന്നത്. ഈ പറഞ്ഞ എഴുത്തിലെ ടെക്നിക്കുകൾ ഉറപ്പായിട്ട് നമുക്കൊരു കഥ എഴുതിയിട്ടല്ലോ സിനിമയാക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ജഡ്ജ്മെന്റ് വേണം, എന്തൊക്കെ ഈ സീനിൽ നടക്കുന്നുണ്ട്, ആക്ടിവിറ്റികളെല്ലാം വേണം. അതിന്റെ ഒരു ഫിൽട്ടർ പ്രോസസ്സും എഴുത്തും അത് ഭയങ്കര നിങ്ങൾക്ക് തന്നെ ഒരു രസമുള്ള കാര്യമുണ്ട്. എന്തൊക്കെ കളയണം വേണം അതും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ അതെ, ഇത് ആ രീതിയിൽ എഴുത്ത് ഭയങ്കര രസകരമായിരുന്നു ഒരു ഇത്. കാരണം പിന്നെ ബേസിക്കലി നമ്മൾ ആഫ്റ്റർ ഓൾ വി ആർ സെയിങ് ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ പറയുന്നത്. ഞാൻ എന്ത് പറയാൻ കാരണം വൈ ശാന്തി ഇമ്പോർട്ടൻറ്റ് ദിസ് പിക്ചർ എന്നുള്ള ഒരു ആംഗിള് പറയുന്നത്. മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എങ്ങനെയും ഒക്കെ പിടിക്കാവുന്ന സാധനങ്ങളാണ്. പക്ഷെ നൗ ഐ ഫീൽ ആഫ്റ്റർ കുറച്ച് റെസ്പോൺസുകളും കുറച്ച് ഇതൊക്കെ വായിക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഇതിനകത്ത് ഭയങ്കര ഫെമിനിസ്റ്റ് ആംഗിൾ പോകുന്നുണ്ട്, ഡീപ് ഡൗൺ ഉണ്ട്. അപ്പം അത് എത്ര ശ്രമിച്ചാലും എനിക്കത് കൊണ്ടുവരാൻ പറ്റില്ല. ബിക്കോസ് ആഫ്റ്റർ ഓൾ ഐ ആം എ മാൻ. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംബന്ധിച്ച് നമ്മളെന്തെങ്കിലും ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ നോ യു കാൻറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ ഒരു ആംഗിൾ ഇതിനകത്ത് കൊണ്ടുവരുന്നത്
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത്. നമ്മൾ ആദ്യം ഒന്നും സമ്മതിച്ചൊന്നും കൊടുക്കില്ല, പക്ഷെ മാറ്റാം എന്നുള്ളൊരു ഐ തിങ്ക് ശാന്തി ഹാസ് ബrought ലോട്ട് ടു ദി ടേബിൾ ആ ഒരു ആസ്പെക്റ്റില്. കാരണം നമുക്ക് എനിക്ക് ആസ് എ മെയിൽ റൈറ്റർ എനിക്കത് എപ്പോഴും കറക്റ്റായിട്ട് അത് കിട്ടണമെന്നില്ല. വി ഹാവ് എ പെർസ്പെക്റ്റീവ്, പക്ഷെ ദ റൈറ്റ് പെർസ്പെക്റ്റീവ് കംസ് വെൻ എ ഫീമെയിൽ റൈറ്റർ കംസ് ഓൺ ബോർഡ്. അപ്പം മോർ ദാൻ മറ്റേ ചെറിയ ഡീറ്റെയിലിംഗ് അതൊക്കെ നമ്മുടെ ഉടായ്പ പരിപാടികളിൽ നമുക്കത് പിടിച്ചു പോവാം. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു അതും ഈ സിനിമയ്ക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അല്ല, ഈ ചന്ദ്രയുടെ ക്യാരക്ടർ എഴുത്തിൽ രസമായി തോന്നിയത് ഇവരുടെ ഈ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഈ പറഞ്ഞ വീണ്ടും സ്പോയിലർ അലേർട്ട്, ആരും കാണാത്തതാണ്, ഇവര് കൊണ്ടുവരുന്ന വലിയ ബാഗേജ് ഉണ്ടല്ലോ, അതിന്റെ ഈ പറഞ്ഞ ടൈം സ്പെൻഡ് ചിലപ്പോൾ വലുതായിരിക്കാം, അത്രയും നാളത്തെ ഈ പറഞ്ഞ ട്രോമ ആയിരിക്കാം, പെയിൻ ആയിരിക്കാം, അതിന്റെ കൺസിസ്റ്റൻസി കൃത്യമായിട്ട് ഇവർ ചിരിക്കുന്ന 2-3 മൊമെന്റ് അല്ലേ സ്ക്രീനിലുള്ളൂ. ബാക്കി ത്രൂ ഔട്ട് എനിക്ക് നമ്മൾ ചന്ദ്രയിൽ ലോക്ക് ആവുന്നതില് ഈ പെയിൻ കൂടെ റീസൺ ആണെന്ന് തോന്നുന്നു. ഇമോഷണൽ കണക്ട് കിട്ടുന്നത് അപ്പോഴാണ്. അതിലാണ് ഈ മറ്റേ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നത്. സെയിം ക്യാരക്ടർ അപ്പിയറിംഗ് ഇൻ വൺ ലൈഫ് ആൻഡ് ദി അതർ ലൈഫ്. അപ്പം അത് ചന്ദ്ര ഇങ്ങനെ നോക്കിയത് ഇതുകൊണ്ടാണ്, അങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഇത്രയും പറയുമ്പോഴും ഇതിന്റെ ഈ പറഞ്ഞ ഓരോ ഷോട്ടിലും ഒരു പ്രീ ഡിസൈൻ ഉള്ള പോലെ തോന്നിയിരുന്നു. ഈ പറഞ്ഞ ഒരു നിങ്ങളുടേതായിട്ടുള്ള പ്രെപ്പിൽ ഡിസൈൻ ചെയ്ത പോലെ, ഈവൻ ഈ പറഞ്ഞ സ്പേസ് സെറ്റിംഗിൽ വരെ ഷോട്ടിനൂടെ ഫേവർ ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത പോലെ. ഈ പറഞ്ഞ പ്രൊഡക്ഷൻ വിഷ്വൽ അതിന്റെ ഒരു കൊളാബറേഷൻ ശരിക്കും എങ്ങനെയായിരുന്നു, പ്രൊഡക്ഷൻ ഡിസൈനും വിഷ്വലും? ഞാനും ഡൊമിനിക്കും പിന്നെ ഞങ്ങൾക്കൊരു ഇത് ഫുള്ളായിട്ട് എഐയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കൊരു അപ്പം അജ്മൽ എന്ന് പറഞ്ഞിട്ട് അവന് ഞങ്ങൾ 3 പേരും ഇരുന്നിട്ട് ഞങ്ങളിത് അത് സിനിമയിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നമുക്കിത് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറെ ഇമേജസും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എഐയിൽ കംപ്ലീറ്റ് മൂവിയുടെ അതെ ഡിവിഷൻ ഉണ്ടായിരുന്നു. മോസ്റ്റ്ലി ലൊക്കേഷൻസും അതിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളതിനൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ ബംഗ്ലാനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ബംഗ്ലാൻ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേനും പുള്ളിക്ക് ഇത് നോക്കി, പക്ഷെ പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു വേറൊരു വിഷനിൽ പുള്ളി ഇതിനെ കൊണ്ടുപോയി. ഞാനെല്ലാം എങ്ങനെയാലും ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറയാം, നമ്മൾ ചിലപ്പം ചില സ്പേസസ് ഒക്കെ നമ്മൾ പോകുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കും വിചാരിച്ചിട്ട് പോകുന്നത്, പക്ഷെ ബംഗ്ലാൻ കൊണ്ടുവരുമ്പോഴത്തേനും അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടെ വലുതായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ തീർന്നേക്കുന്നു, കുഴപ്പമില്ല അത് പുള്ളിയുടെ പെർസ്പെക്റ്റീവ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മള് വൺസ് നമ്മള് സ്ക്രീൻ പ്ലേ ലോക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കുറെ സമയം ഉണ്ടായിരുന്നു പടം തുടങ്ങുന്ന മുന്നേ വരെ. ഇവനാണെങ്കിൽ മറ്റേ ലക്കി ഭാസ്കർ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാനിതിരുന്ന് വായിച്ച് പയ്യെ എന്തിനൊക്കെ ചെയ്യാം. ഫുൾ ഷോർട്ട് ഡിവിഷൻ എന്റെ മനസ്സിലുള്ള ഒരു വിഷ്വൽ ലാംഗ്വേജ് ഞാൻ ഫുള്ള് എഴുതിയായിരുന്നു. ഫുൾ പരിപാടി എഴുതി. അപ്പൊ എനിക്ക് അങ്ങനെ ഓൺ ലൊക്കേഷൻ പോയി കുറെ കാര്യങ്ങൾ മാറ്റാനൊന്നും അത്രയ്ക്ക് വലിയ ഇഷ്ടമല്ല. എനിക്കൊരു ഫിക്സ് തന്നെ അങ്ങനെ പോകണം. അപ്പൊ അത് നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു റൗണ്ട് ഡിസ്കഷൻ ഇരുന്ന് അതിനെ ഒന്നുകൂടെ ഇവന്റെ ഐഡിയാസും കൂടെ വന്ന് എല്ലാം കൂടെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് വി ഹാഡ് ഈ ബൈബിളിന്റെ കൂട്ടത്തിൽ ഇതുണ്ട്, ഷോർട്ട് ഡിവിഷൻ ഉണ്ട്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇതും ചോദിച്ചാണ് നടക്കുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ പറഞ്ഞത് ഇത് തീരില്ലെന്ന് ചോദിക്കുമ്പോഴേ കൊണ്ട് കാണിച്ചു കൊടുക്കുക എത്ര ഷോട്ട് ബാക്കി. എവരിബഡി ഷോട്ട് ഉണ്ട്, അത് കാണിച്ചാൽ മതി, അത് കഴിയുമ്പോഴത്തേക്ക് തീരുമെന്ന് പറഞ്ഞാൽ മതി. അത്രയും പോയിട്ടുണ്ട്. വെൻ യു സീ ഒരു ഷോട്ട്, ഒരു സീൻ തുടങ്ങുന്നത് ഈ ഷോട്ടിൽ നിന്ന് വന്ന് ഇതിലേക്ക് പോകും, അത് നമ്മള് അങ്ങനെ അവിടെയായിരുന്നു ചമന് ഏറ്റവും വലിയ ട്രിക്ക്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്ര പ്ലാൻ ചെയ്തിട്ട് ഷൂട്ട് ചെയ്തോണ്ട് ചമന് ഇതിപ്പോ ഞാനിത് എങ്ങനെ, പക്ഷെ അവൻ സീംലെസ് ആയിട്ട് അങ്ങനെയല്ല. ഞാനിപ്പോ നമ്മൾ ഈ സിനിമ ഒരു ഫസ്റ്റ് കട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കാണിച്ചു. അപ്പൊ കാണിച്ചിട്ട് അത് കഴിഞ്ഞാൽ അവര് ഇപ്പോഴാണ് ആ സിനിമ കാണുന്നത്. അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് അവര് കണ്ടപ്പോ ഇത് നീ അന്ന് കാണിച്ചൊന്നും കട്ടൊന്നും ചെയ്യില്ല, പക്ഷെ ആക്ച്വലി കട്ട് ചെയ്തിട്ടുണ്ട്. 10-15 മിനിറ്റ് കൂടുതൽ അതിനകത്ത് പോയിട്ടുണ്ട്. പക്ഷെ ചമൻ സോ ഗ്രേസ്ഫുള്ളി അതിനെ ഫസ്റ്റ് വേർഷൻ ഫിലിം ഐ തിങ്ക് വാസ് 3 hours.
3 hours 3 hours ഉണ്ടായിരുന്നു. 3 hours ഉണ്ടായിട്ട് നമ്മൾ അപ്പോഴും നമ്മൾ ആരെങ്കിലും കാണിച്ച് ഫീഡ്ബാക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇതിപ്പോ എന്താ കളയത് അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ പക്ഷെ എന്തായാലും 3 മണിക്കൂർ പടം ഇറക്കാൻ പറ്റില്ല. വി ഹാവ് ടു മേക്ക് ഇറ്റ് Trim it down 2.5 hours പടം. അത്ര അതേ ഉള്ളൂ, അത്രയും പറഞ്ഞാൽ മതി. അത് ചമൻ അത് പക്ഷെ ഭയങ്കര അതാ എനിക്കിപ്പോഴും ഞാൻ ഓരോ കട്ട് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേന് എടാ ഒരു 3 മിനിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണുമ്പോൾ ഇത് എവിടെയാ നീ ദാറ്റ് ഇസ് എ കോൺഫിഡൻസ് ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയാത്തടത്തോളം ഇറ്റ് ഇസ് ഓക്കെ. ഇന്റലിജൻസ് അവിടെ കൃത്യമായിട്ട് യൂസ് ചെയ്യാന്നുള്ളത് അവിടെ അവന്റെ ടാലന്റ് അവിടെയാണ്. പൊളിയാണ് ചമൻ ആ കാര്യത്തിൽ. ചമൻ ആക്ച്വലി ചമൻ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ ഷൂട്ട് അപ്പൊ അങ്ങനെ ആ സീൻസിന് ഐ തിങ്ക് തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഉണ്ടായി ഈ പറഞ്ഞെടുപ്പിച്ച സാധനങ്ങൾക്ക്. അപ്പൊ അതേ പറഞ്ഞു, ഇത് ഒരിക്കലും ഒരു സിംഗിൾ മൈൻഡ് പ്രോസസ് അല്ല, ഇതൊരു കൊളാബറേറ്റീവ് ഇതാണ്. അത് ഒരിക്കലും ഒരു ഓണർഷിപ്പ് ഒരാൾക്ക് എടുക്കാൻ പറ്റും. എല്ലാവരുടെയും ഈ ടീമിൽ എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ് അതായിരുന്നു. ഓരോ ആള് വരുമ്പം അയാളുടെ ഒരു ടാലന്റ് അതിനകത്ത് വരുമ്പോഴത്തേന് എനിക്ക് പെട്ടെന്ന് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും വേറൊരു സിനിമയാണ് ഇയാൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതെനിക്ക് ചമന്റെ പ്രോസസ്സും നമ്മുടെ ഡോണിന്റെ പ്രോസസ്സും പിന്നെ ജെയ്ക്സിന്റെ പ്രോസസ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു പെർസ്പെക്റ്റീവ് അല്ല ജെയ്ക്സിനകത്ത് കാണുന്നത്. വേറൊരു ഭയങ്കര പരിപാടി. ഈവൻ ഇപ്പൊ നമ്മൾ ആ ഫസ്റ്റ് ടീസർ വന്നപ്പോഴത്തേക്കും നമുക്കൊരു നമ്മുടെ മനസ്സിലൊരു ടീസർ ചെയ്യുമ്പോഴത്തേക്കും ഒരു റെഫറൻസ് സ്കോർ ഉണ്ട്. പക്ഷെ ജെയ്ക്സിന്റെ സ്കോർ കേട്ടപ്പോൾ ഞാൻ ഇത് നമ്മൾ ഉദ്ദേശിച്ച അതായത് ഇതിനെ എലിവേറ്റ് ചെയ്യാണ്. ഓരോ ടെക്നീഷ്യൻ വരുമ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തന്നെ അതിനെ കുറച്ചും കൂടെ പൊക്കി കൊണ്ടുവരികയാണ്. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ പ്രോസസ് ആയിരുന്നു. സ്ട്രെസ്ഫുൾ ആയിരുന്നെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ആൾക്കാരാണ്. നാളെയാണ് ടീച്ചർ ഇന്നേ പക്ഷെ വരുമ്പോ എല്ലാം ഭയങ്കര മെറ്റിക്കുലസ് ആണ് എല്ലാരും. മറ്റേ ഭയങ്കര പെർഫെക്ഷനിസ്റ്റും ആണ്. ഈവൻ നമ്മള് ചമൻ ഇതുപോലെ ഒരു ഫ്രെയിം പോകുന്നെങ്കിൽ ഒരു ആ ഫ്രെയിമും കൂടെ കളഞ്ഞേക്കാം. അത്രയും ഭയങ്കര ഇപ്പൊ ചമൻ കാണുമ്പോൾ പക്ഷേ ഇത് കളയരുത്, ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരാളാണ്. അത് അത്ര ഇൻവോൾവ് ആണ്. അതേപോലെ ജെയ്ക്സും രാജാസും കൂടെ മിക്സിങ്ങിന് ഇരിക്കുമ്പോഴും ഈ പടം പോണം ഇത് തീരും. അപ്പൊ അവിടെ ഇരുന്ന് പുള്ളി ഓരോ ഇത് ആ കോഡ് ഒന്ന് കുറച്ചാൽ ഈ കോഡ് ഞാൻ വേഗം കേൾക്കുമ്പോ നന്നാവുന്നുണ്ട്. എന്നാ നമ്മളെ അതാ ബിക്കോസ് ഹി വാണ്ട്സ് ടു മേക്ക് ഇറ്റ് ദി ബെസ്റ്റ് എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് ചിലപ്പോ അതൊക്കെ കൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെ ഒരു മാസിവ് ഫീഡ്ബാക്ക് വരുന്നത്. സൂപ്പർ ഹീറോ വോട്ടെവർ ഈ പറഞ്ഞ ആരാവട്ടെ, ഇപ്പൊ നരസിംഹ ആണെങ്കിൽ പോലും നമുക്ക് ഇവരായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ എന്നുള്ളത് ഭയങ്കര കോർ എലമെന്റ് ആണ്. അത്തരത്തില് ലോകയിൽ വരുന്ന ഈ പറഞ്ഞ പാസ്റ്റ് എപ്പിസോഡ് അത് പ്ലേസ് ചെയ്ത് ഭയങ്കര ഈ പറഞ്ഞ ഷാർപ്പായിട്ടായിരുന്നു. എഡിറ്റ് പറഞ്ഞ പെട്ടെന്ന് കണക്ട് ആയത് യൂഷ്വലി വരുന്ന ഒരു ലെങ്തി എപ്പിസോഡിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് വേണ്ടത് വളരെ കോറായിട്ട് അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് നല്ല പെർഫോമൻസിനായിരുന്നു. പ്രത്യേകിച്ച് ആ കുട്ടി വന്നത് അത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു തിയേറ്ററിൽ. അവരുടെ പെർഫോമൻസ് എല്ലാ തരത്തിലും അവരുടെ സ്പീഡ് കാര്യങ്ങളെല്ലാം അതിൽ ഭയങ്കര റിസൾട്ടിൽ നല്ലൊരു മൂവായിട്ട് തോന്നിയിരുന്നു. ഈ പറഞ്ഞ പ്രോട്ടഗണിസ്റ്റിന്റെ പാസ്റ്റ് അത് സ്ട്രക്ചർ ചെയ്യുന്നത് ഉറപ്പായിട്ടും സ്ക്രിപ്റ്റിങ്ങിനാണെങ്കിലും ഇൻഡ കട്ട്സ് കാര്യങ്ങൾ ഇതിന്റെ ഒരു ഷോർട്ട് വേർഷൻ. വേറൊരു ഇതുണ്ട്, പാസ്റ്റ് വേർഷൻ നമുക്ക് ഉണ്ടായിരുന്നു, അതിന്റെ സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നു, പ്രോപ്പർ ഇതുണ്ടായിരുന്നു. പാസ്റ്റ് എപ്പോ വരണം എന്നുള്ളതും എപ്പോഴാണ് ഈ പോയിന്റ് നമ്മൾ റിവീൽ ചെയ്യുന്നതും അതൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചമൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആംഗിൾ കൊണ്ടുവന്നു ഇതിന് ഇന്റർകട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് ഷൂട്ട് ചെയ്ത് ഐ തിങ്ക് നമ്മള് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ നിമിഷം കൊണ്ട് ഡിസ്കസ് ചെയ്തു ഓപ്ഷൻ നിങ്ങളുടെ ഓപ്ഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആ പാസ്റ്റ് സ്റ്റോറി പറഞ്ഞ് അത് എൻഡ് ചെയ്ത് പിന്നെയാണ് നമ്മൾ ഇതിലേക്ക് പോർഷനിലേക്ക് വരുന്നത്. ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴോ നമുക്ക് തോന്നി ചിലപ്പം ഇത് ഇങ്ങനെ വന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. അപ്പൊ നമുക്ക് ചമനോട് ചോദിച്ചു നോക്കാം. എന്നിട്ട് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ഫസ്റ്റ് കട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചമൻ ഇങ്ങോട്ട് വിളിച്ചു, അതെ ഞാനിത് അങ്ങോട്ട് ഇന്റർകട്ട് ചെയ്യട്ടെ, അപ്പൊ ചമനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു അതുവരെ. അപ്പം എനിക്ക് നമുക്ക് മനസ്സിലായി ഓക്കെ ഇവൻ സെയിം പേജ് ആണ്, ഓക്കെ ആണെന്ന് ചമനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ്, അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. ഇനീഷ്യൽ പ്ലാൻ അങ്ങനെ അല്ലായിരുന്നു, ഇനീഷ്യൽ ഇത് അങ്ങനെയല്ല, അത് പിന്നെ വന്നൊരു ഐഡിയ ആയിരുന്നു. അതിൽ ഓർഗാനിക് ആയിട്ട് വന്നൊരു സംഭവമായിരുന്നു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഷൂട്ട്
പോർഷൻ ആയിരുന്നു. എന്താണെന്നറിയില്ല, അത് ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ ആക്ച്വലി കാട്ടിനകത്തായിരുന്നു. അപ്പൊ കുറെ എല്ലാ ദിവസവും റേഞ്ചും ഇല്ല അവിടെ. അപ്പൊ വേറെ ഒന്നിനും സമയം വേറൊന്നുമില്ല. എല്ലാരും ആ കാട്ടിനകത്ത് ആ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് റേഞ്ച് ഇല്ല. അപ്പൊ ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് റേഞ്ച് വരുന്നത്. അപ്പൊ ഭയങ്കര ഭയങ്കര രസമുള്ളൊരു എല്ലാ തരത്തിലും എനിക്ക് ഭയങ്കര ന്യൂ ആയിരുന്നു ആ ഒരു സെറ്റപ്പ് ഷൂട്ട് ചെയ്യുന്നതൊക്കെ. അപ്പൊ അതൊക്കെ ഭയങ്കര, പിന്നെ ഈ കുട്ടിയെ വെച്ചൊരു ആക്ഷൻ അല്ലെങ്കിൽ അത് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വെരി ഏറ്റവും ടെൻഷൻ അതായിരുന്നു, ഈസി ടു ഡു. അതായത് നമുക്ക് ഇത്ര നമ്മൾ നോർമൽ ഒരു ആക്ടറിനെ വെച്ച് യു കെൻ ഡു ഷൂട്ട് ഫ്രം 6 to 9, കുഴപ്പമില്ല, പുള്ളിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു കുട്ടിയെ വെച്ച് അത് നമുക്ക് മോർണിംഗ് ടു 4 ഉള്ളു ടൈം വിൻഡോ, ലൈറ്റ് ഉള്ളു ടൈം. അതിനകത്ത് എത്ര ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ പുള്ളിക്കാരത്തി അതിഗംഭീരമായിട്ട്. അല്ല ആക്ച്വലി അതിനകത്ത് ഇപ്പം എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്ന വെച്ചാൽ നമ്മള് there is that last bit പുള്ളിക്കാരുടെ ഫിനാലെ പോലത്തെ ഒരു സാധനം കാണിക്കില്ല. അപ്പം അതിന്റെ ഫസ്റ്റ് ടേക്കിൽ പുള്ളിക്കാരി കാലിടിച്ചു, ഒരു ചാടിയാണ് പുള്ളിക്കാരി കാലിടിച്ചു. അപ്പൊ ഞങ്ങൾ വെച്ച് തീർന്നു, ഇന്ന് ഷൂട്ട് കരച്ചിലൊക്കെ തുടങ്ങി. അപ്പൊ പോട്ടെ, ഇനിയിപ്പോ എന്ത് അടുത്ത കൊച്ചിന് പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ പക്ഷെ കുറച്ച് കഴിയുമ്പോ പുള്ളിക്കാരി ഇറങ്ങി തരും, നമുക്ക് ഒന്നും ചെയ്ത് നോക്കാം, കുഴപ്പമില്ലെങ്കിൽ നമുക്ക് വേണം നാളെ. എന്നിട്ട് ഇപ്പം ആ സിനിമയിൽ കാണുന്നത് ഇപ്പൊ കണ്ട ആ ടേക്കാണ് ആക്ച്വലി നമ്മളിപ്പോ സിനിമയിൽ കാണുന്നത്. അപ്പൊ കൊച്ചിന്റെ അച്ഛനും പുള്ളിക്കാരനും ഒരു കളരി ഗുരുക്കളാണ്. അപ്പം പുള്ളിയും ത്രൂ ഔട്ട് സെറ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയും ഭയങ്കര മോട്ടിവേഷനാ ചെയ്യുന്നുള്ളത്. അവര് രണ്ടുപേരും, പുള്ളിക്കാരി വൈഫും അവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത്. കാരണം കൊച്ച് ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഇങ്ങനെ റീലും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു പെർഫോം ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ പ്രധാനപ്പെട്ട ക്ലോസ് കിട്ടുന്നുണ്ട്, അവിടെ പെർഫോം ചെയ്യണം, തിയേറ്റർ സ്റ്റഫായിട്ട് മാറണം. ഈ നിമിഷത്തിൽ ചോദിക്കാനുള്ളത്, ഈ വിഷ്വൽ ഡിസൈനിൽ ഇപ്പോ ഈ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പാസ്റ്റില് ഈ പറഞ്ഞ കേവ് വരുന്നുണ്ട്, അല്ലാതെ ഔട്ട്ഡോർ പോർഷൻസ് വരുന്നുണ്ട്, ഈ 2 അപ്പാർട്ട്മെന്റ്സിന്റെ അകത്തുള്ള 2 തരത്തിലുള്ള പരിപാടി നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ കഫേയുടെ അകത്തുള്ളതുണ്ട്, അല്ലാതെ ഈ പറഞ്ഞ ആ നാട്ടിലെ നൈറ്റ് സീക്വൻസിലുള്ള ഔട്ട്ഡോർ വരുന്നുണ്ട്. വിഷ്വൽ ഇതിനെല്ലാം ഓരോ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഇതിൽ ഒരേ സ്വഭാവം വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതിൽ കിക്ക് ഉണ്ടാവുന്നില്ല. ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് വിഷ്വലി കൺസീവ് ചെയ്യുന്നത് അതിന്റെ ഒരു ആക്ച്വലി നമ്മൾ അതിനെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഡിവൈഡ് ഒന്നും ചെയ്തിട്ടില്ല. സ്ക്രിപ്റ്റ് നമ്മുടെ റൈറ്റിംഗിൽ എന്തുണ്ടായിരുന്നോ അത് നമ്മൾ മാക്സിമം നമ്മുടെ എസ്തെറ്റിക്കുമായിട്ട് കണക്ട് ആവുന്നുണ്ടോ എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളതിന് എനിക്ക് തോന്നുന്നു നമ്മളതിന് ഒരുപാട് സ്ട്രെസ് കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ചർച്ച ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളിത് ഇമോഷണലി ഇത് കണക്ട് ആവുമോ എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ മേജർലി നോക്കിയത്. ഇപ്പൊ ഇപ്പോഴും ആൾക്കാർ നമ്മുടെ ഈ ഇങ്ങനെ പുറത്തുനിന്ന് ഉള്ള ഫിലിംസ് ഒക്കെ പോലെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നമ്മളത് അങ്ങനെ ഇന്റൻഷനലി നമ്മളത് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ എന്റെ പ്രോസസ്സ് ബേസിക്കലി ടെക്സ്റ്റ്, നമുക്ക് കിട്ടുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ, നമ്മള് സ്ക്രിപ്റ്റ്, നമ്മള് ആ ഇമോഷൻ എന്താണ് കൺവേ. ഇപ്പൊ ഞങ്ങള് റെക്കി എന്ന പ്രോസസ്സ് ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആ ഒരു കാര്യമാണ്. ഇവിടെ ഇയാൾക്ക് എന്താണ് തോന്നേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യേണ്ടത്, ഓഡിയൻസിന് എങ്ങനെയാണ് ഫീൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചർച്ചയാണ് ആക്ച്വലി നമ്മൾ കൂടുതലും നമ്മുടെ ഈ പ്രോസസ്സ് നടത്തുള്ളൂ. അപ്പൊ അങ്ങനെ ബാക്ക് എൻഡിൽ ഗ്രാജുവലി ഉണ്ടായ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ. അല്ല നമ്മളതിന് ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു ഇത് ഇല്ലായിരുന്നു ആക്ച്വലി ശരിക്കും പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്രയും നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, ഈ പറഞ്ഞ ബൈബിൾ മുതലല്ല നിങ്ങളുടെ എഴുത്ത് കാര്യങ്ങളിലൊക്കെ റിസൾട്ട് പറഞ്ഞ പെർഫോമൻസ് ആണല്ലോ. സ്ക്രീനിൽ ആളുകൾക്ക് ഇത് കൊടുക്കുന്ന ഒരു പെർഫോമൻസ് ഭയങ്കര ക്രൂഷ്യൽ റോൾ ഉണ്ട്. അത്തരം നോക്കി കഴിഞ്ഞാൽ കാസ്റ്റിംഗ് ഭയങ്കര പ്രധാനപ്പെട്ടതല്ലേ. ഈ പറഞ്ഞ പ്രൊട്ടഗണിസ്റ്റ്, ആന്റഗണിസ്റ്റ്, അല്ലാതെ പോരുന്ന നെസ്ലിൻ, ചന്തു, അരുൺ, എല്ലാവർക്കും അവരുടെയുള്ള ഈ പറഞ്ഞ റോള് കൃത്യമായിട്ട് പ്ലേ ചെയ്യാന്നുള്ളത്, ഇവരെ ചൂസ് ചെയ്യാന്നുള്ളത്, കാസ്റ്റിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നു? ഒരുപാട് കാസ്റ്റിംഗ് അതായത് കുറെ മാറി വന്ന ഒരു കാസ്റ്റിംഗ്. എനിക്ക് ചന്തു കുര്യനും ആക്ച്വലി 1 week ബിഫോർ ദ ഷൂട്ട് ആണ് കാസ്റ്റ് ആവുന്നത്. ഇനിഷ്യലി കാസ്റ്റ് മൊത്തം വേറെ ആയിരുന്നു, പിന്നെ അത് മാറി, റൈറ്റിംഗ് കുറച്ചും കൂടെ മാറിയപ്പോഴത്തേക്ക് ആ കാസ്റ്റ് പിന്നെ മാറി. പിന്നെ ഫൈനലി ഇനിഷ്യലി ചന്തു ചെയ്ത ക്യാരക്ടറാണ് നസ്ലിൻ ചെയ്യേണ്ടിരുന്നത്. നസ്ലിന്റെ ക്യാരക്ടർ വേറൊരു ആക്ടറായിരുന്നു. അപ്പൊ ഞാൻ നസ്ലിന്റെ അടുത്ത് കഥ പറയുമ്പോൾ നസ്ലിന്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് സംഭവം, ചിലപ്പോൾ നീ സണ്ണി ആയേക്കാം എന്ന് പറഞ്ഞാണ് അത് പറയുന്നത്. ബിഫോർ പ്രേമലിന് മുന്നെയാണ്.
അപ്പം കഥ കേട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നസ്ലിം പറഞ്ഞു ഞാൻ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഓക്കെയാണ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെയാണ് കല്യാണി വരുന്നത്. കല്യാണി വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ എന്നാൽ നസ്ലിനെ ഇപ്പുറത്തേക്ക് ഇടാം, അവിടെ നമുക്കൊരു വേറൊരു ആക്ടറിനെ പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞു. വേറൊരു ആക്ടറിനെ പ്ലേസ് ചെയ്തു. പുള്ളിക്ക് കുറച്ച് ഡേറ്റ് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്കാണ് ആരുമില്ല, പടം തുടങ്ങണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ചന്തുവിനെ സജസ്റ്റ് ചെയ്യുന്നത്, കാസ്റ്റിംഗ് ഡയറക്ടർ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചന്തു വന്നു. അപ്പം അരുണും ഇതുപോലെ, അരുണും ഇല്ല പടത്തില്, ഇനിഷ്യലി ഇല്ല. അരുൺ ആക്ച്വലി മറ്റേ അതിനകത്തൊരു വേറൊരു നോബഡി എന്ന് പറഞ്ഞൊരു ഒരു ക്യാരക്ടർ ഉണ്ട്. ആ വീട്ടിൽ തന്നെ എപ്പോഴും ഉള്ള ഒരു മറ്റേ പുള്ളി അതായിരുന്നു അരുൺ. അതിൽ ഒരു ചുമ്മാ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് അരുൺ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ദി ഫിലിം. അപ്പൊ അങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാന്നുള്ളത്. പക്ഷെ അത് ചെയ്യാനുള്ള ആക്ടറും മാറ്റേണ്ടി വന്നപ്പോഴത്തേക്കും അരുണിനെ അതിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പൊ എങ്ങനെയോ ബൈ ചാൻസ്, അതേ പറഞ്ഞു എന്തോ ഒരു ലക്കുണ്ട് ഇതിന്, എല്ലാം ഭയങ്കര കറക്റ്റ് ആയിട്ട് വന്ന് പ്ലേസ് ആയി. ഈവൻ സാൻഡിയുടെ ഇതും സാൻഡി അല്ലായിരുന്നു, ഒരു കന്നഡ ആക്ടർ ആയിരുന്നു. സാൻഡി പോസ്റ്റ് ലിയോ തീരുമാനമായിരുന്നു. പോസ്റ്റ് ലിയോ തീരുമാനം. അല്ലാതെ എനിക്ക് സാൻഡി അറിഞ്ഞു അങ്ങനെ ഒരു ഡാൻസ് മാസ്റ്റർ ഉണ്ടെന്ന് അറിയാമെന്നല്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഈ കന്നഡ ആക്ടർ മാറിയപ്പോഴത്തേക്കും നമുക്ക് അപ്പം ആ ഒരു ഏജിൽ വേണ്ട ഒരു ആക്ടർ വേണ്ടി വന്നു. അപ്പോൾ കുറെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് സാൻഡിയുടെ ഓപ്ഷൻ ഇതുപോലെ കാസ്റ്റിംഗ് ഡയറക്ടർ വന്നത്. അപ്പോൾ ദിസ് ഗൈ ഹാസ് ടു ഡു എ ലോട്ട് ഓഫ് ആക്ഷൻ, ക്ലൈമാക്സ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ സാൻഡിക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഇതിലാണ്. പിന്നെ ചോക്ലേറ്റ് കോഫി നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഓക്കെ ഇയാൾക്കൊരു വിക്കറ്റ്നെസ് ഉണ്ട്, അത് നമുക്ക് എങ്ങനെ നമുക്ക് ഇത്തിരി കൂടെ സട്ടിലായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് സാൻഡിയെ നമ്മൾ കൊണ്ടുവന്നത്. ഇപ്പൊ സാൻഡി ആ ക്യാരക്ടർ കന്നഡയായിരുന്നു, പക്ഷെ സാൻഡി വന്നുകൊണ്ട് സാൻഡിയെ കംഫർട്ടബിൾ ആയിട്ട് തമിഴ് തന്നെ ആക്കി അങ്ങനെ മാറ്റിയതാണ് ആ ക്യാരക്ടർ. അതേപോലെയാണ് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് കാസ്റ്റിംഗ് അങ്ങനെയാണ് സംഭവിച്ചത്. കാസ്റ്റ് നമുക്ക് അങ്ങനെ വലിയൊരു ടെൻഷൻ ഇതില്ല. ഈ മെയിൻ കാസ്റ്റ് ഒന്ന് ലാസ്റ്റ് മൊമെന്റ് വരെ അതെ ഇതിങ്ങനെ അങ്ങനെ പൊക്കോണ്ടിരുന്നത്. അവസാനമായിട്ട് ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ലോകയുടെ സക്സസ് തരുന്ന റെസ്പോൺസിബിലിറ്റി വലുതാണ്. ഇതിൽ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിലുള്ള ആളുകളുടെ എക്സ്പെക്ടേഷൻ കൂടുതലായിരിക്കാം, അത് ഡെലിവറി ചെയ്യാന്നുള്ളതുണ്ട്. ഈ പറഞ്ഞ ഇതിന്റെ മീറ്റർ എവിടെയും താഴാതെ അവർക്ക് ഇനി അവരുടെ മീറ്റർ എല്ലാം കൂടുതലായിരിക്കും വൺസ് ഇത് സാറ്റിസ്ഫൈങ് ആയതുകൊണ്ട്. എന്താണ് ശരിക്ക് ഈ പറഞ്ഞ ഇതൊരു എക്സ്റ്റൻഷന്റെ പ്ലാൻ ഇനി അങ്ങോട്ടേക്കുള്ളത്, ഈ പറഞ്ഞ ഈ ഫ്രാഞ്ചൈസി ഡെവലപ്പ് ചെയ്യുന്നത്? അതുകൂടാതെ നിങ്ങളുടെ ഇനിയുള്ള പ്ലാനുകൾ എന്താണ്, എങ്ങനെയാണ്? ഇപ്പൊ എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോയി അല്ല ഞങ്ങള് സംസാരിച്ച മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഓവർവെൽംഡ് ആവാതെ ഞങ്ങളിത് എങ്ങനെ തുടങ്ങിയോ അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുക. എത്രത്തോളം നമ്മൾ ഈ പടത്തിന് ഹാർഡ് വർക്ക് ചെയ്തോ അത്രയും ഹാർഡ് വർക്ക് തന്നെ ഇനിയും വരുന്ന പാർട്സിന് ചെയ്യുക. ബേസിക്കലി റൈറ്റിംഗ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടെക്സ്റ്റിൽ സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു എല്ലാം ഇപ്പം ഈ പറഞ്ഞ ഈ വലിയ കഥയിൽ എങ്ങനെ ഇത് പോകണം, എങ്ങനെ ഇത് വന്ന് എൻഡ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഔട്ട്ലൈൻ നമ്മുടെ കയ്യിലുണ്ട്. ഇനി അത് ഒരു സ്ക്രീൻ പ്ലേ ഫോമാറ്റിലേക്ക് ഇരിക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. അതൊന്ന് പയ്യെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പൊ അതിനപ്പുറത്തേക്ക് ഇപ്പൊ ചിന്തിക്കുന്നില്ല. മറ്റൊരു പ്രൊജക്റ്റിലോട്ട് ഇപ്പൊ അങ്ങനെ ഇല്ല. പാരലലി ഒന്ന് രണ്ട് ഇതൊക്കെ ഓൾറെഡി ഉണ്ട്, എഴുതി വെച്ചതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മെറ്റിക്കുലസ് ആയിട്ട് വിൽ സ്റ്റാർട്ട്. ഐ തിങ്ക് റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടെ വലുതായിരുന്നു. വി ഫീൽ മോർ റെസ്പോൺസിബിൾ ബിക്കോസ് ഈ ഫസ്റ്റ് പാർട്ടിന് ഇങ്ങനെ ഒരു റിസപ്ഷൻ കിട്ടുമ്പോൾ വി ആർ റെസ്പോൺസിബിൾ നൗ. സോ അതിനുള്ള ഹാർഡ് വർക്ക് അത് എന്തോ ഒരു എക്സൈറ്റ്മെന്റ് തരുന്നുണ്ട്. അത് അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് ആസ് മച്ച് ആസ് പീപ്പിൾ ഇവർക്ക് നിങ്ങൾ ക്രിയേറ്റീവ് വേൾഡ് കാണിച്ചു കൊടുക്കുന്നു. അതെ അതെ. ആൾക്കാർ ഓഡിയൻസിനുള്ള അതേ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കും ആക്ച്വലി ഭയങ്കരമായിട്ടുണ്ട്. അങ്ങോട്ടൊന്ന് പോയി തുടങ്ങണം. നിങ്ങളും എഴുതിയതിനപ്പുറത്തേക്ക് ക്രിയേറ്റ് ചെയ്ത് അവിടെ എത്താന്നുള്ളത്. അപ്പം അത് തുടങ്ങണം, പയ്യെ അത് തുടങ്ങാനുള്ള പരിപാടി നിൽക്കുന്നു ഇപ്പോൾ. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ കരിയറിൽ രണ്ടുപേർക്കും പ്രധാനപ്പെട്ട ഒരു ബെഞ്ച് മാർക്കിൽ നിൽക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ജേണിയും ഈ പറഞ്ഞ പോലെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. താങ്ക് യു.